ബന്ധുരയും കരച്ചിലിന്റെ അടുത്തെത്തി നിൽക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയിട്ട് എന്നോടം ബാലചന്ദ്രൻ വിളിച്ചു. ടീച്ചറെ. പൊട്ടിക്കരഞ്ഞു പോകാതിരിക്കാൻ ബന്ധുര അതരം കടിച്ചു പിടിച്ചു. നമുക്കിറങ്ങാം. ബന്ധുര തല ചലിപ്പിച്ചു. ബാലചന്ദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങി. ബന്ധുര എല്ലാവരെയും ഒന്ന് നോക്കി. പിന്നെ ദേവകിയമ്മയുടെ അടുത്തേക്ക് ചെന്നു. ഞങ്ങൾ പോയി വരട്ടമ്മേ. അനുഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങളെ ശപിക്കരുതേ. അവൾ കൂപ്പുകൈകളോടെ ഒരു നിമിഷം നിന്നു. സാരിത്തലപ്പ് ഉയർത്തി നിറഞ്ഞൊഴുകിയ കണ്ണുകൾ ഒപ്പി ബാലചന്ദ്രന് പിന്നാലെ അവൾ നടന്നു. ഈ സുഖവും സന്തോഷവും ഒന്നും അധിക നാളത്തേക്ക് ഉണ്ടാവില്ല. ജയിലിൽ കിടക്കുന്ന ദേവനാരായണൻ പുറത്തിറങ്ങിയ ആദ്യം പറയുന്നത് അയാളെ ജയിലിലാക്കിയ മുറപ്പെണ്ണിനെയും അവളെ തട്ടിയെടുത്ത കാമുകനെയുമായിരിക്കും. അത് മറക്കണ്ട. ഇന്ദുലേഖ ഉറക്കെ പറഞ്ഞിട്ട് മുഖം വെട്ടി തിരിച്ച് അകത്തേക്ക് നടന്നു. ബന്ധുരയിൽ വല്ലാത്തൊരു സ്ഫോടനമുണ്ടായി. പഠിപ്പുര വാതിൽക്കലോളം എത്തിയ ബാലചന്ദ്രൻ തിരിഞ്ഞു നിന്നു. ബന്ധുരയ്ക്ക് ഏറെ നേരം ഒന്ന് ചലിക്കുവാൻ പോലും ആയില്ല. ബാലചന്ദ്രന്റെ മനസ്സും വല്ലാതെ നൊന്തു. ടീച്ചറെ, വാ പോകാം. ഇനി ഇവിടെ നിന്ന ഒരുപക്ഷെ എന്റെ ക്ഷമയും നഷ്ടപ്പെട്ടെന്നിരിക്കും. പഠിപ്പുര വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞു. വരാന്തയിൽ വിങ്ങിപ്പൊട്ടി നിന്ന കൃഷ്ണപ്രിയ ഒരു തേങ്ങളോടെ ബന്ധുരയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്റെ ബന്ധുരേച്ചി, ഇതൊക്കെ കേൾക്കാനാണ് വരുന്നതെങ്കിൽ ഇനി വരണ്ട. അവൾ ബന്ധുരയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സാരില്ല മോളെ, നിന്നെ കാണാനെങ്കിലും ഈ ബന്ധുരേച്ചിക്ക് വരാതിരിക്കാനാവുമോ? ബന്ധുര അതും പറഞ്ഞ് കൃഷ്ണയുടെ കൈ വിടിവിച്ചു. പോട്ടെ കൃഷ്ണ. ബന്ധുര വേഗം പുറത്തേക്ക് ഇറങ്ങി. സ്കൂട്ടർ മുന്നോട്ടെടുക്കുമ്പോ ബാലചന്ദ്രൻ ചോദിച്ചു. ടീച്ചറിന് വിഷമം തോന്നുന്നുണ്ട് അല്ലേ? എന്തു പറഞ്ഞതിലല്ല ബാലചന്ദ്രൻ സാറേ, എനിക്ക് വിഷമം. ഇന്ദുവിനെ അരുതേ എന്ന് വിലക്ക് പോലും ചെയ്യാതെ അമ്മ എല്ലാം കേട്ടുകൊണ്ട് നിന്നതിലാ എനിക്ക് വിഷമം. സഹിക്കാൻ പറ്റണില്ല. ബന്ധുര വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. സഹിക്കണം ടീച്ചറെ, എല്ലാം സഹിച്ചേ പറ്റൂ. മഹാത്മാ ട്യൂട്ടോറിയൽ കോളേജിൽ സ്കൂട്ടർ നിർത്തി ബന്ധുരയും ബാലചന്ദ്രനും ഇറങ്ങി. ടീച്ചറെ, ഇന്നത്തെ ഉച്ചയോണും അത്താഴവും നമുക്ക് ഇവിടെ വെക്കാം. നമ്മുടെ കുടുംബജീവിതം എന്ന് തുടങ്ങാം. എന്റെയും ടീച്ചറിന്റെയും വീട്ടുകാര് നമ്മളെ അനുഗ്രഹിച്ച് ആശീർവദിച്ച ദിവസമല്ലേ? വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ ബാലചന്ദ്രൻ തെല്ല് തമാശയായി പറഞ്ഞു. ബന്ധുര ഡ്രസ്സ് മാറി പാചകം ചെയ്യുന്ന മുറിയിലേക്ക് പോയി. പാചകം ചെയ്യാൻ ബാലചന്ദ്രനെ സഹായിച്ചു. വേണ്ട ബാലചന്ദ്രൻ സാറേ, ഞാൻ ചെയ്തോളാം, അവൾ പറഞ്ഞു. അടുക്കളയിൽ ഭാര്യയെ ഒന്ന് സഹായിച്ചതുകൊണ്ടേ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. ബാലചന്ദ്രൻ ചിരിച്ചു. ഉച്ചയ്ക്ക് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഊണ് കഴിച്ചു. ഭർത്താവിന് ആദ്യമായി ഭക്ഷണം പാകം ചെയ്ത് വിളമ്പിക്കൊടുത്തപ്പോ അവൾക്ക് വല്ലാത്ത ആത്മനിർവൃത്തി തോന്നി. പകലത്തെ ദുഃഖമൊക്കെ മറക്കാനായി വൈകുന്നേരം ബാലചന്ദ്രൻ ബന്ധുരയെയും കൂട്ടി സിനിമയ്ക്ക് പോയി. അത്താഴം കഴിച്ചു കിടക്കുമ്പോ ബാലചന്ദ്രൻ പറഞ്ഞു. രാവിലെ പോകേണ്ടതല്ലേ, ഉറങ്ങിക്കോളൂ. പക്ഷെ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. താനും ബാലചന്ദ്രൻ സാറും വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു. താനും സാറും ചെയ്ത തെറ്റെന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. സമൂഹ ജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹം കഴിക്കുന്നത് ഇത്രയും വലിയ കൊടും തെറ്റാണോ? ടീച്ചർ ഉറങ്ങിയില്ലേ? ഏറെ നേരം കഴിഞ്ഞ് ബാലചന്ദ്രൻ ചോദിച്ചു. ഉറക്കം വരുന്നില്ല, അവൾ അടക്കി പിടിച്ചു പറഞ്ഞു. ഉറങ്ങാൻ കഴിയണില്ല എന്ന് പറയ്, അതല്ലേ സത്യം? അയാൾ വലതു കൈ നീട്ടി അവളുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. സാരമില്ല, പകലത്തെ സംഭവങ്ങളെല്ലാം പാടെ മറന്നിക്കൂ. അതൊക്കെ ഓർത്താ ഇന്നല്ല, ഇനിയുള്ള ഒറ്റ ദിവസം പോലും ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവരുടെ ശാപം, നിന്ദ്യമായ വാക്കുകൾ. ബാലചന്ദ്ര സാറേ, അറം പറ്റിയതാവോ അതൊക്കെ? ഏയ്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്കുക. ഇന്നലെ വരെ നാം ജീവിച്ചത് അവർക്ക് വേണ്ടിയായിരുന്നു. ഇനി നമുക്ക് വേണ്ടി ജീവിക്കാം. അയാൾ അവളുടെ തോളിൽ മൃദുവായി തട്ടി. ഉറങ്ങിക്കോളൂ. ബന്ധുര പിന്നൊന്നും ചോദിച്ചും പറഞ്ഞുമില്ല. പുലർച്ചെ ബന്ധുരയാണ് ബാലചന്ദ്രനെ വിളിച്ചുണർത്തിയത്. നേരെ ഒരുപാടായി, ടീച്ചർ പോയി കുളിച്ചോ? അവൾ കുളിക്കാനായി പോയി. ബന്ധുര കുളി കഴിഞ്ഞു വന്നപ്പോൾ ബാലചന്ദ്രൻ ചായ തയ്യാറാക്കി. ബാലചന്ദ്രനും വേഗം കുളി കഴിഞ്ഞു വന്നു. ട്രെയിൻ വരാൻ ഇനി 10 മിനിറ്റേ ഉള്ളൂ. അവർ സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു. വേഗം ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. പിറ്റേ ദിവസം പുലർച്ചെ പാലക്കാട്ടെത്തി. നമുക്ക് ടൗണിൽ റൂം എടുക്കാം, എന്താ? എതിർത്തില്ല. ടൗണിലെ നല്ലൊരു ലോഡ്ജിൽ റൂം എടുത്തു. നമ്മള് കല്യാണം കഴിച്ച വിവരം ബാങ്കിലെ സ്റ്റാഫൊക്കെ അറിയുമ്പോ എല്ലാവർക്കും ഒരു ഞെട്ടലായിരിക്കും. കുളിച്ച് വേഷം മാറുമ്പോ ബന്ധുര പറഞ്ഞു. ഋഷിയെ ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. ഋഷി അവരോട് പറയാതിരിക്കില്ല.
മുൻകൂട്ടി അറിയിക്കാത്തതിന്റെ പ്രായച്ചിത്തമായിട്ടേ ഇന്ന് ഗംഭീരമായൊരു പാർട്ടി നടത്താം. എന്താ? കോഫി ഹൗസിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് 10 മണിയോടെ അവർ ബാങ്കിൽ ചെന്നത്. സ്റ്റാഫൊക്കെ എത്തിക്കൊണ്ടിരുന്നു. നവവധുവായി വന്ന ബന്ധുരെയും സന്യാസി വേഷം ഉപേക്ഷിച്ച് കസൂകരയുള്ള ഡബിൾ വേഷ്ടിയും ജുബയും ധരിച്ചെത്തിയ ബാലചന്ദ്രനെയും കണ്ടപ്പോ പലർക്കും അത്ഭുതവും സംശയവുമായി. കുസുമം അവൾക്ക് അടുത്തേക്ക് ചെന്നു. ബന്ധുരെ, എനിക്കൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിവാഹിതരായി. പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആരെയും അറിയിക്കാൻ പറ്റിയില്ല. ബാലചന്ദ്രനെ ഒളികണ്ണാൽ നോക്കിയിട്ട് ബന്ധുര പറഞ്ഞു. അപ്പോഴേക്കും അക്കൗണ്ട് ചാണ്ടി സാറും പ്യൂൺ സദാശിവൻ സാറും ഒക്കെ അവരെ സ്വീകരിക്കാനെത്തി. ഋഷി സാറ് നിങ്ങൾ വിവാഹം കഴിച്ച വിവരം എന്നോടും സദാശിവൻ നായരോടും അന്ന് തന്നെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എവിടെ വരുമ്പോ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ആരോടും പറയാതിരുന്നത്. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ചാണ്ടി സാർ ബാലചന്ദ്രന്റെ കാര്യം കവർന്നു. ഏതായാലും വൈകിയാണെങ്കിലും ബന്ധുര മാഡത്തിന് ഭർത്താവും കുടുംബവും ഒക്കെ വേണമെന്ന് തോന്നിയല്ലോ. അത് തന്നെ വലിയ സന്തോഷം. പ്യൂൺ സദാശിവൻ നായർ ചിരിച്ചു. എന്തായാലും കല്യാണമോ ക്ഷണിച്ചില്ല. അതിന്റെ പാർട്ടി ഇന്ന് നടത്തിയാൽ മതി. എന്താ ചാണ്ടി സാറേ? ക്ലർക്ക് ജോൺസൺ ചാണ്ടി സാറിനെ നോക്കി. അതിനെന്താ, പാർട്ടി ഇപ്പൊ വേണോ അതോ വൈകുന്നേരം വേണോ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സമ്മതാണ്, ബാലചന്ദ്രൻ അറിയിച്ചു. നിർമ്മലയും അലക്സേറിയാനും മാത്രം അവർക്കടുത്തേക്ക് വന്നതേയില്ല. അവർ ആരെയും ശ്രദ്ധിക്കാതെ എന്തോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അവരവരുടെ സീറ്റുകളിലേക്ക് പോയി. ഓരോരുത്തരും നവവധൂവരന്മാരെ അനുമോദിച്ച് ആശംസകൾ അറിയിച്ച് സീറ്റുകളിലേക്ക് പോയി. അല്പം വൈകിയാണ് ഋഷികേശ് വന്നത്. ബാലചന്ദ്രനെയും ബന്ധുരെയും കണ്ടതും വർദ്ധിച്ച സന്തോഷത്തോടെ ഋഷി ഓടിച്ചെന്നു. കൺഗ്രാചുലേഷൻസ്. ബാലചന്ദ്രന്റെ ഇരുകരങ്ങളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. വരൂ, നമുക്ക് ഈ ക്യാബിനിലിരിക്കാം. അവരെയും കൂട്ടി ഋഷി ക്യാബിനിലേക്ക് കയറി. ഇതെല്ലാം ഒരു ഒത്തുകളി അലക്സെ. കല്യാണം കഴിച്ചൊന്ന് വരുത്തി തീർത്താലേ പിന്നെ ആരും സംശയിക്കില്ലെന്നാ വിചാരം. കണ്ടില്ലേ ഋഷി സാറിന്റെ ഒരു സന്തോഷം? നിർമ്മല പതിയെ പറഞ്ഞു. എനിക്കും അങ്ങനെയാ നിർമ്മല തോന്നുന്നത്. ഇതേ ഋഷി സാറും ബന്ധുരും ചേർന്നുള്ള ഒരു നാടകം കളിയാ. അലക്സറിയാൻ പിന്നെ എന്തോ ഓർത്തിട്ട് തുടർന്നു. ഋഷി സാറും ഹേമലതയും തമ്മിലുള്ള ഡൈവോഴ്സ് കേസ് അടുത്ത ആഴ്ചയാ. ജോയിന്റ് പെറ്റീഷൻ ആയതുകൊണ്ട് ഡൈവോഴ്സ് നടക്കും. അതറിഞ്ഞോണ്ടാ അതിനു മുമ്പ് ഇങ്ങനെ ഒരു ഡ്രാമ. ഋഷി ബാലചന്ദ്രനെയും ബന്ധുരെയും കൂട്ടി ക്യാബിനിലേക്ക് കയറി. ഇരിക്കെ. ഋഷിക്ക് അഭിമുഖമായി ബാലചന്ദ്രനും ബന്ധുരയും ഇരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നു മാരേജ്? ഫോണിൽ സംസാരിച്ചപ്പോ ഞാൻ അത് ചോദിക്കാൻ മറന്നു. ഋഷി ചോദിച്ചു. അവര് സമ്മതിക്കോ ഋഷി? നല്ല ഒന്നാന്തരം 2 കറവ പശുക്കളെ വിട്ടുകളയാൻ ആരെങ്കിലും തയ്യാറാകുമോ? ബാലചന്ദ്രൻ ചിരിച്ചു. ബന്ധുര മൗനം പൂണ്ട് മുഖം കുനിച്ചിരുന്നതേ ഉള്ളൂ. എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ട് ബന്ധുര ഒരു ധൈര്യം കാണിച്ചല്ലോ. ഈ ധൈര്യം എപ്പോഴും ഉണ്ടായിരുന്ന മതി, ഋഷി പറഞ്ഞു. ബന്ധുരയുടെ ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. നിങ്ങളുടെ അടുത്ത പരിപാടി എന്താ? ഹണിമൂൺ ട്രിപ്പ് വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഋഷി ചോദിച്ചു. ഏയ്, അതൊക്കെ ചെറുപ്പക്കാർക്കുള്ളതല്ലേ. ഞങ്ങൾ ആ പ്രായം കടന്നുപോയവരല്ലേ. ബാലചന്ദ്രൻ ഒന്ന് നിർത്തിയിട്ട് തുടർന്നു. കല്യാണം ക്ഷണിക്കാത്തതിൽ ഇവിടെ ചിലർക്കൊക്കെ ടീച്ചറിനോട് പിണക്കം കാണും. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടി നടത്തിയാലോന്നാ. പിണക്കമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വേണം, ഋഷി ചിരിച്ചു. ആട്ടെ, ബാലചന്ദ്രൻ സാർ എപ്പോഴാ മടക്കം? ഒത്ത ഇന്ന് തന്നെ പോകണമെന്നുണ്ട്. അതിനെന്താ, രാത്രിയിൽ ഇഷ്ടം പോലെ ബസ്സുണ്ട്. അതല്ലെങ്കിൽ 9:30 ഒരു ട്രെയിനുണ്ട്. ഏതിന് വേണമെങ്കിലും പോകാം. അയാളെന്ന് നിർത്തിയിട്ട് ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. ബന്ധുര മുഖം കുനിച്ചിരിക്കുകയായിരുന്നു. ബന്ധുര എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവൾ മെല്ലെ മുഖമുയർത്തി. പിന്നെ 2 നിമിഷം കഴിഞ്ഞ് തീരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. ഋഷി സാറ് പറഞ്ഞത് ഞാൻ കല്യാണം കഴിച്ച സാറിന്റെ ഭാര്യയുടെ സംശയമൊക്കെ തീരുമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ സാറിന് ചെന്ന് വിളിച്ചോണ്ട് വരരുതോ? ഋഷി ഒന്ന് ചിരിച്ചു. അടുത്ത ആഴ്ച ഞങ്ങളുടെ ഡൈവോഴ്സ് കേസിന്റെ വിധി. അതിനു മുമ്പ് തെറ്റ് മനസ്സിലാക്കി അവൾ വരുമെന്നാണ് എന്റെ വിശ്വാസം. കഴുത്തിൽ വീണ് താലിച്ചരട് പെട്ടെന്ന് പൊട്ടിച്ചു കളയാൻ ഒരു പെണ്ണിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ട് വരാൻ കാത്തിരിക്കേണ്ട ഋഷി. ഭാര്യയുടെ മുന്നിൽ നമ്മളൊന്ന് തോറ്റു കൊടുത്തോണ്ടേ പെൺകോന്തൊന്നും ആകില്ല. ഋഷി ഹേമയുടെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വരണതാ ഭംഗി. കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യാമല്ലോ, ബാലചന്ദ്രൻ പറഞ്ഞു. ഹേമയോട് പോകാൻ ഞാൻ പറഞ്ഞില്ലല്ലോ ബാലചന്ദ്രൻ സാറേ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയപ്പോ ഹേമയും അച്ഛനുമാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വാശി പിടിച്ചത്. പോകരുതെന്ന് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ, കേട്ടില്ല. അതൊന്നും സാരമില്ലെന്നേ.
സൂയിസൈഡിന് ശ്രമിച്ചതുകൊണ്ട് തിരിച്ചു വരാൻ ഒരു മടിയുണ്ടാവും. ഋഷി ചെന്ന് വിളിച്ച കൂടെ വരും, തീർച്ചയായും. ആദ്യം തോൽക്കാൻ ലേശം ഇഷ്ടക്കുറവുണ്ടാവും. നമ്മളൊന്ന് തോറ്റുകൊടുത്ത വലിയ സന്തോഷമാകും. അതാണ് പെണ്ണിന്റെ മനസ്സ്, അല്ലേ ടീച്ചറെ? അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ബാലചന്ദ്രൻ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. ബന്ധുരയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി ഉണ്ടായി. ഏതായാലും ബാലചന്ദ്രൻ സാറും ബന്ധുരയും പറഞ്ഞതല്ലേ, ഞാൻ തോറ്റു കൊടുത്തേക്കാം. നാളെ ബാങ്ക് മാനേജറുടെ ഒരു കോൺഫറൻസ് ഉണ്ട്, മറ്റന്നാ പോകാം. ഋഷി സമ്മതിച്ചു. ആരോ ക്യാബിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് ഋഷി മുഖമുയർത്തി. ക്യാബിനിലേക്ക് കയറി വരുന്ന മറ്റത്തിൽ മാധവനും ഹേമലതയും. ഹേമലതയുടെ കണ്ണുകൾ ബന്ധുരയിൽ തറഞ്ഞു നിന്നു. ബന്ധുര ഒരു നടുക്കത്തോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. സന്തോഷത്താൽ ഋഷിയുടെ മുഖം തെളിഞ്ഞു. അതിന്റെ അനുരണനം ബാലചന്ദ്രനിലും ഉണ്ടായി. ഹേമലത തെറ്റ് മനസ്സിലാക്കി തിരികെ വന്നിരിക്കുന്നു. എന്തായാലും ഇപ്പൊ വന്നത് നന്നായി. അതല്ലെങ്കിൽ മറ്റന്നാൾ ഋഷി അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു, ഹേമലതയെ വിളിച്ചോണ്ട് വരാൻ. ബാലചന്ദ്രൻ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മറ്റത്തിൽ മാധവമേനോനെയും ഹേമലതയും നോക്കി. ഋഷിയുടെ ചുണ്ടിലും ചെറുതായൊരു പുഞ്ചിരി ഉണ്ടായി. പക്ഷെ മാധവമേനോന്റെയും ഹേമലതയുടെയും അഗ്നി ചിതറുന്ന കണ്ണുകൾ ബന്ധുരയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. മാധവമാമേ, വന്ന കാലിൽ നിൽക്കാതെ ഇരിക്കെ. അതല്ല, യാത്രാക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുമ്പോ ക്ഷീണം മാറും. മാധവമേനോന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ ഋഷി വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു. പക്ഷെ ബാലചന്ദ്രന് അർത്ഥം മനസ്സിലാകുമായിരുന്നു. അയാൾ ഒന്ന് പതറി. മാധവമേനോൻ കോപത്താൽ ഋഷിക്ക് നേരെ തിരിഞ്ഞു. നിന്റെ ക്ഷണം സ്വീകരിക്കാനും നിങ്ങൾ താമസിക്കുന്ന വാടക വീട്ടിൽ വന്ന് 2 ദിവസം താമസിക്കാമെന്നൊക്കെയായിരുന്നു അവിടുന്ന് പോരുമ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇനി അത് വേണ്ട, അയാൾ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. ഋഷി ഒന്നും മനസ്സിലാവാതെ ഹേമയെ നോക്കി. അവൾ കത്തുന്ന കണ്ണുകളാൽ ബന്ധുരയെ നോക്കി നിൽക്കുകയായിരുന്നു. ഋഷിയെ ഇനി നിനക്ക് മറക്കാറായില്ല അല്ലടി രാക്ഷസി? എന്റെ ജീവിതം നശിപ്പിച്ചത് മതിയായില്ലേ നിനക്ക്? ഹേമലത ബന്ധുരയ്ക്ക് നേരെ ചീറി. ബന്ധുര ഭയന്ന് നിൽക്കുകയായിരുന്നു. താനും ബാലചന്ദ്രൻ സാറ് നിർബന്ധിച്ചപ്പോ കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി കരുതി ഹേമലതയെ വിളിച്ചുകൊണ്ടുവരാൻ ഋഷി സാറ് സമ്മതിച്ചതാണ്. കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു പോവുകയാണോ? സങ്കടത്താൽ ബന്ധുരയുടെ മുഖം ചുളിഞ്ഞു. എന്താ ഹേമ ആവശ്യമില്ലാത്തതൊക്കെ പറയണത്? ഹേമ അവിടെ ഇരിക്കേ, ഋഷി ശാന്തമായി പറഞ്ഞു. അയാൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? ഇവിടെ ക്ലർക്ക് ക്ലർക്കിന്റെ ജോലി ബാങ്ക് മാനേജറുടെ ക്യാബിനിലാക്കിയത് എന്നു മുതലാണ്? ഹേമലത ശബ്ദമുയർത്തി ചോദിച്ചു. ഋഷി വല്ലാതായി. തന്റെ അതിഥികളെയാണ് അധിക്ഷേപിക്കുന്നത്. ഹേമേ, നീ തെറ്റിദ്ധരിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? ഋഷി വല്ലാത്ത ദുഃഖത്തോടെ ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞത് മാധവമേനോനാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ലടാ. ബാങ്കിൽ വന്നപ്പോഴേ ഞങ്ങൾ അറിഞ്ഞു നിന്റെ വെപ്പാട്ടി ഇവിടെ ഉണ്ടെന്ന്. അത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് തിരികെ പോകാമെന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാ. ഇപ്പോ നേരിൽ കണ്ടു, തൃപ്തിയായടാ. തന്റെ ഭാര്യയെ വെപ്പാട്ടിയായി ചിത്രീകരിച്ചതിൽ ബാലചന്ദ്രന് സഹിക്കാനായില്ല. മാധവമേനോൻ സാറേ, ഈ നിൽക്കുന്നതേ എന്റെ ഭാര്യയാണ്, അല്ലാതെ മറ്റൊരാളുടെ വെപ്പാട്ടിയല്ല. സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കണ പിമ്പുമല്ല ഞാൻ. ഋഷി ഓർത്ത് ബാലചന്ദ്രൻ തികട്ടി വന്ന രോഷം ഉള്ളിലൊതുക്കി. ഇവിടെ വന്നപ്പോ അതും ഞങ്ങൾ അറിഞ്ഞു. കേസ് കോടതി വരുമ്പോ സുഹൃത്തിനെ രക്ഷിക്കാൻ താനും ഇവളും ചേർന്ന് ഇങ്ങനൊരു നാടകം കളിക്കില്ലായിരുന്നോ? ഈ നാടകത്തിന് എത്ര രൂപ ഋഷി തന്നു? മാധവമേനോൻ പുച്ഛത്തിൽ ചോദിച്ചു. ഇതിന് മറുപടി പറയാനുള്ള സംസ്കാരം എനിക്കില്ല മാധവമേനോൻ സാറേ. കാരണം ഒത്തിരി കുട്ടികളെ അറിവിന്റെ പാഠം പഠിപ്പിച്ച നാവാണ് എന്റേത്. ബാലചന്ദ്രൻ പിന്നെ ബന്ധുരയ്ക്ക് നേരെ തിരിഞ്ഞു. അവൾ ഒരു പൊട്ടിക്കരച്ചിലിന്റെ വക്കോളം എത്തി നിൽക്കുകയായിരുന്നു. ടീച്ചറെ, വാ പോകാം. ബാലചന്ദ്രൻ ക്യാബിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി. നിൽക്ക് ബാലചന്ദ്രൻ സാറേ, ഋഷി തെല്ലുറക്കെ പറഞ്ഞു. ബാലചന്ദ്രൻ തിരിഞ്ഞു നിന്നു. നിങ്ങള് എന്റെ ക്യാബിനിലേക്ക് ഞാൻ ക്ഷണിച്ചു വരുത്തിയ അതിഥികളാണ്, പോകരുത്. ഋഷി പിന്നെ മാധവമേനോന്റെ അടുത്തേക്ക് ചെന്നു. മാധവമാമേ, ബാലചന്ദ്രൻ സാറ് ബന്ധുരെയും വിവാഹം കഴിച്ച് ആദ്യമായിട്ട് ഇവിടെ വരിക. അവരെ അപമാനിക്കുന്നത് എന്റെ കണ്ണത്ത് അടിക്കുന്നതിന് തുല്യമാണ്. അപ്പോ ഞങ്ങളെക്കാൾ വലുത് നിനക്ക് എവരാണ്, അല്ലേടാ ഋഷി? അയാൾ കടുപ്പിച്ചു ചോദിച്ചു. എന്റെ വാക്കുകൾക്ക് എന്ത് വ്യാഖ്യാനം വേണമെങ്കിലും അമ്മാമയ്ക്ക് കൊടുക്കാം. പക്ഷേ അത് സംസ്കാരത്തിന്റെ അതിര് ലംഘിച്ചാവരുതെന്ന് മാത്രമേ പറയണുള്ളൂ. ഋഷി ഒന്ന് നിർത്തിയിട്ട് തെല്ലിയുടെ മൗനം പൂണ്ട് നിന്നിട്ട് തുടർന്നു. മാധവമാമി ഹേമയും കണ്ടപ്പോ കഴിഞ്ഞതെല്ലാം മറന്ന് ഒത്തിരി സന്തോഷിച്ചവനാണ് ഞാൻ. ഇന്ന് നിങ്ങളിവിടെ വന്നില്ലായിരുന്നുവെങ്കിലും മറ്റന്നാൾ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. പക്ഷേ അയാളുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. എന്താടാ പിന്നെ ഒരു പക്ഷേ? മാധവമാമേ, ഞാൻ ഒരിക്കൽ കൂടി തോൽക്കുക.
ഋഷി പിന്നെ ഹേമയുടെ മുന്നിലെത്തി. ഹേമേ, ഞാൻ പറയുന്നത് വിശ്വസിക്ക്. എന്റെ നിർബന്ധത്തിന് കൂടിയാ ഇവർ വിവാഹിതരായത്. വിവാഹം കഴിച്ച ആദ്യം വന്നപ്പോ സന്തോഷത്തോടെ ഇവരെ സ്വീകരിച്ച് ഇവിടെ ഇരുത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? പറയ്, ടെൽമി. ഞാൻ കെട്ടിയ ഈ താലിമാലയുടെ പവിത്രതയെങ്കിലും നീ മനസ്സിലാക്കണം. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം. അയാളുടെ ശബ്ദം വല്ലാതെ വിറച്ചു. കണ്ണുകളിൽ ഈർപ്പം പൊടിഞ്ഞു. ഒരു സപത്നിയാകാൻ എന്റെ മകൾക്ക് സൗകര്യമില്ലടാ. എല്ലാം മറന്ന് കേസ് പിൻവലിച്ച് എന്റെ മകളെ നിന്റെ കൂടെ നിർത്താനാണ് ഞാൻ വന്നത്. പക്ഷെ ഇനി അത് വേണ്ട. ഭാര്യയും വെപ്പാട്ടിയും ഒരേ ത്രാസിലിട്ട് തൂക്കുന്ന ഒരു നാണം കെട്ടവനോടൊപ്പം പറഞ്ഞയക്കുന്നതിലും ഭേദം ഞാൻ എന്റെ മകളെ കഴുത്ത് ഞെരിച്ച് കൊന്നോളാം. മാധവമേനോൻ വീണ്ടും എന്തോ പറയാൻ തുടങ്ങും മുമ്പ് സഹനത്തിന്റെ കണ്ണു പൊട്ടിച്ച് ഋഷി പറഞ്ഞു, മിണ്ടിപ്പോകരുത്. അമ്മാമ്മയാണെന്ന പരിഗണന ഇനിയില്ല. എവിടുന്നോ ആരെയോ ഒക്കെ ചതിക്കുഴിയിൽ വീഴ്ത്തി നിങ്ങൾക്ക് കുറെ പണം കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷെ സംസ്കാരം എന്തെന്ന് നിങ്ങൾക്ക് അറിയില്ല. സ്നേഹവും നന്മയും തിരിച്ചറിയാനുള്ള വകതിരിവുമില്ല. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പുരുഷജന്മം പോരാ. 10 ജന്മം വേണ്ടി വന്നാലും അത് കിട്ടുകയുമില്ല. പണത്തിന്റെ അളവ് കൊണ്ട് ബന്ധങ്ങൾ അളക്കരുത് മാധവമാമേ. ഋഷി ഹേമലതയെ നോക്കി. ഞാൻ സംസാരിക്കണതേ ഹേമയോടാണ്, എന്റെ ഭാര്യയോട്. പറയ്, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഞാനൊരു വൃത്തികെട്ടവനാണോ? അയാൾ വല്ലാതെ പരവശനായി. 4-5 നിമിഷത്തെ മൗനത്തിന് ശേഷം ഹേമലത ശബ്ദിച്ചു, അതെ, നിങ്ങളൊരു വൃത്തികെട്ടവൻ തന്നെയാ. അതല്ലെങ്കിൽ ഇവളെ പിടിച്ചിവിടെ ഇരുത്തില്ല. ഈ ബാങ്കിൽ എത്രയോ സ്ത്രീകളുണ്ട്. അവർക്കാർക്കും ഈ പരിഗണന നിങ്ങൾ എന്തേ കൊടുക്കാത്തെ? അതിനർത്ഥം ഇവൾ നിങ്ങളുടെ സെക്കൻഡ് വൈഫ് തന്നെയെന്നാണ്. ഇനി നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല. അടുത്ത ആഴ്ച കുടുംബ കോടതിയിൽ വെച്ച് ഈ താളിച്ചയെ ഞാൻ തിരിച്ചേൽപ്പിച്ചേക്കാം. പിന്നെ ഹേമലത ദേഷ്യത്താലും സങ്കടത്താലും ബന്ധുരേടായി പറഞ്ഞു, ഒരിക്കലും നീ ഗുണം പിടിക്കില്ലടി. ഇപ്പൊ നീ ചമച്ചുണ്ടാക്കിയ നിന്റെ ഈ സീമന്ത രേഖയിലെ സിന്ദൂരപ്പൊട്ട് മാഞ്ഞു പോകാൻ അധിക നാള് വേണ്ടി വരില്ല. മറ്റത്തിൽ ഹേമലതയാണ് പറയണത്. ബന്ധുര തകർന്നുപോയി. ഹേമലത പറഞ്ഞതിന്റെ അർത്ഥം? ഈശ്വര, അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സ്ഫോടനമുണ്ടായി. വാ മോളെ, നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്നാ എന്റെ സമനില തെറ്റും. മാധവമേനോൻ ക്യാബിന് പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ ഹേമലതയും. ഏറെ നേരം അവിടമാകെ ഭീകരത നിശബ്ദതയായിരുന്നു. ഒടുവിൽ ബാലചന്ദ്രനാണ് നിശബ്ദത മുറിച്ചത്. ഋഷി, ഞങ്ങള് കാരണം. നോ, പട്ടിയുടെ വാല് പതിറ്റാട്ടോളം കുഴിയിലിട്ടാൽ അത് വളഞ്ഞു നിൽക്കും ബാലചന്ദ്രൻ സാറേ. പക്ഷെ ഒന്നുണ്ട്, ബന്ധവും സ്വന്തം എന്തെന്നറിയാത്ത അവർക്ക് ഒരിക്കൽ പശ്ചാത്തപിക്കേണ്ടി വരും. ബന്ധുരയിൽ നിന്നും നേരത്തെ ഒരു തേങ്ങലിന്റെ ചിതറി വീണു. ഋഷി തല തിരിച്ച് ബന്ധുരയെ നോക്കി. അയാളുടെ ചുണ്ടിൽ വിളറിയ ഒരു പുഞ്ചിരി ഉണ്ടായി. ഏയ്, അത്രയ്ക്കൊന്നും ഇനി ഉണ്ടായിട്ടില്ല. എന്നാലും ഒരെന്നാലുമില്ല ബന്ധുരെ. ഋഷി പിന്നെ ബാലചന്ദ്രനോടായി തിരക്കി. എപ്പോഴാ പാർട്ടി? ഉച്ചയ്ക്ക് ഊണിന്റെ ബ്രേക്കിന് വെക്കണോ അതോ വൈകിട്ട് മതിയോ? എല്ലാ സന്തോഷം പോയല്ലോ ഋഷി. അതൊന്നും സാരമില്ല ബാലചന്ദ്രൻ സാറേ, ഇന്നെനിക്ക് സന്തോഷാണ്. അപ്പോഴേക്കും അക്കൗണ്ടന്റ് ചാണ്ടി സാർ കയറി വന്നു. ആ, ബാങ്കിലെ നാഴികമണി ചലിക്കണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കുന്നത് ചാണ്ടി സാറാണല്ലോ. സാറ് തന്നെ തീരുമാനിക്കേ. ഇവര് കല്യാണത്തിന് നമുക്കൊരു പിടി ചോറ് തന്നില്ല. പാർട്ടി തരാമെന്ന് പറയുന്നു. എപ്പോഴാ വേണ്ടത്? ഋഷി ചാണ്ടി സാറിനോട് ചോദിച്ചു. ഇന്ന് തന്നെ വേണോ ഋഷി സാറെ? പിന്നൊരിക്കൽ പോരെ? മാധവമേനോനും ഹേമലതയും വന്ന് വഴക്കുണ്ടാക്കിയതെല്ലാം അറിഞ്ഞ് ചാണ്ടി സാർ ചോദിച്ചു. പോരാ, ഇന്ന് തന്നെ വേണം. ബാലചന്ദ്രൻ സാറിന് തിരിച്ചു പോകേണ്ടതാ. ശരി, വൈകിട്ട് പോരെ, 5 മണി കഴിഞ്ഞ്. ചാണ്ടി സാറിന്റെ അഭിപ്രായം എല്ലാവർക്കും സ്വീകാര്യമായിരുന്നു. ഋഷി 5 മണിക്ക് വരാമെന്ന് പറഞ്ഞ് നേരത്തെ പോയി. പ്യൂൺ സദാശിവൻ നായരാണ് പാർട്ടിക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയത്. ബന്ധുരയ്ക്ക് ഒരു ഉത്സാഹവും തോന്നിയില്ല. മനസ്സ് നീറിപ്പിടയുകയായിരുന്നു. ഹേമലത പറഞ്ഞത് തന്റെ സിന്ദൂര രേഖയിലെ സീമന്തപ്പൊട്ട് മാഞ്ഞു പോകുമെന്നാണ്. ഇന്ദുലേഖ പറഞ്ഞത് ജയിലിൽ കിടക്കുന്ന ദേവനാരായണൻ പുറത്തു വരുന്നത് വരെയേ ഈ സുഖവും സന്തോഷവും ഉണ്ടാവൂ എന്നാണ്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ദൈവമേ, ഒന്നും സംഭവിക്കരുതേ. അവൾ നെഞ്ചുപൊട്ടി പ്രാർത്ഥിച്ചു. ബാലചന്ദ്രൻ അവളെ ആശ്വസിപ്പിച്ചു. കരയാതെ ടീച്ചറെ. മനസ്സിൽ പുഴുക്കുത്തേറ്റവർ പറയണത് കേൾക്കാൻ ദൈവത്തിന് നേരെയില്ല. ടീച്ചർ വിഷമിക്കണ്ട. വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ പാർട്ടിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. എല്ലാവരും ഋഷി വരാൻ കാത്തിരിക്കുകയായിരുന്നു. 5:30 കഴിഞ്ഞിട്ടും ഋഷി വന്നില്ല. ഇന്ന് തന്നെ പാർട്ടി നടത്തണമെന്ന് ഋഷി സാറാണല്ലോ വാശി പിടിച്ചത്. പിന്നെ ഇത് എവിടെ പോകാനാണ്? ചാടി സാർ ആത്മകഥം പോലെ പറഞ്ഞു. പ്യൂൺ സദാശിവൻ
ഋഷി താമസിക്കുന്ന വീട്ടിലേക്ക് ഫോൺ ചെയ്തു. ബെല്ലടിക്കുന്നതല്ലാതെ ആരും എടുക്കുന്നില്ല. 6 മണി കഴിഞ്ഞപ്പോൾ പലർക്കും വീട്ടിൽ പോകാൻ തിടുക്കമായി. ശവം കാത്തിരിക്കുന്ന പോലെ ഇവിടെ തീന്മേശയ്ക്ക് മുന്നിൽ കുത്തിയിരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് വീടും കുട്ടികളൊക്കെ ഉള്ളതാ. നിർമ്മല ദേഷ്യപ്പെട്ട് എഴുന്നേറ്റു. പൊടുന്നനെ ബാങ്കിലെ ഫോൺ മുഴങ്ങി. ചാണ്ടി സാറാണ് ഫോൺ എടുത്തത്. ഹലോ, സ്റ്റേറ്റ് ബാങ്കല്ലേ? മറുതലത്തിൽ നിന്നും ആരുടെയോ ശബ്ദം. അതെ, ആരാ സംസാരിക്കുന്നത്? ചാണ്ടി സാർ ചോദിച്ചു. ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥനാ. നിങ്ങളുടെ ബാങ്ക് മാനേജർ ഋഷിയുടെ കാറും ഒരു സൂപ്പർ ഫാസ്റ്റുമായി കൂട്ടിയിടിച്ചു. ഋഷിയെ പരിചയമുള്ളത് കൊണ്ടാ ഞാൻ വിളിച്ചത്. എന്നിട്ട് എന്തു പറ്റി? ചാണ്ടി സാർ വർദ്ധിച്ച നെഞ്ചിരിപ്പോടെ ചോദിച്ചു. കാറ് വെട്ടിപ്പൊളിച്ചാണ് ഋഷിയെ പുറത്തെടുത്തത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കൂടുതൽ വിവരം ചോദിക്കുന്നതിന് മുമ്പ് ടെലിഫോൺ ഡിസ്കണക്ട് ആയി. ചാണ്ടി സാർ റിസീവറും പിടിച്ച് ഒരു മൃതദേഹം കണക്കെ നിന്നുപോയി. ബാങ്ക് ഹാളിൽ വല്ലാത്തൊരു ഭീകര നിശബ്ദതയായിരുന്നു. എല്ലാവരും ചാണ്ടി സാറിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴും ചാണ്ടി സാർ റിസീവറും പിടിച്ച് നിശ്ചലം നിർനിമേഷം നിൽക്കുകയായിരുന്നു. നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് ഉടനെ പോകണം. ചാണ്ടി സാറിന്റെ കയ്യിൽ നിന്നും റിസീവർ വഴുതി വീണു. എന്തിനാ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്? ഞങ്ങൾ ക്ഷമയെ പരീക്ഷിക്കാതെ കാര്യം എന്താണെന്ന് പറയും ചാണ്ടി സാറേ. കാഷ്യർ ജോൺസൺ പറഞ്ഞു. ഋഷി സാറിന് ആക്സിഡന്റ്. സൂപ്പർ ഫാസ്റ്റുമായി സാറിന്റെ കാർ ഇടിച്ചതാ. പറഞ്ഞു നിൽക്കാൻ സമയമില്ല, വേഗം പോവാം. ചാണ്ടി സാർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. പിന്നാലെ മറ്റുള്ളവരും. ബാലചന്ദ്രനും ബന്ധുരിക്കുമായിരുന്നു ഏറെ വിഷമം. തങ്ങൾ വിവാഹിതരായതിനു ശേഷം നടന്നത് മുഴുവൻ അശുഭ ലക്ഷണങ്ങളാണെന്ന് അവർ വേദനയോടെ ഓർത്തപ്പോ അവൾക്ക് സഹിക്കാനായില്ല. അവളുടെ കണ്ണുകൾ ചോർന്നൊലിച്ചു തുടങ്ങി. അവളുടെ ദുഃഖം മനസ്സിലാക്കിയിട്ടെന്നോണം ബാലചന്ദ്രൻ മറ്റുള്ളവർ കേൾക്കാതെ ഒരു മന്ത്രണം കണക്കെ പറഞ്ഞു. കരയരുത്, ഇപ്പൊ വേണ്ടത് ഋഷിക്കൊന്നും സംഭവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബന്ധുര സാരി തലപ്പുയർത്തി കണ്ണു തുടച്ചു. അവർ മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഋഷിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിരുന്നു. ഇതിനോടകം മറ്റു ബാങ്കിലെ ഋഷിയുടെ സുഹൃത്തുക്കളും അപകട വിവരം അറിഞ്ഞ് അവിടെ എത്തി. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒരു ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ട് ചാണ്ടി സാറും മറ്റുള്ളവരും ഓടിച്ചെന്നു. ഋഷി സാറിന് എങ്ങനെയുണ്ട് ഡോക്ടറെ? ഓപ്പറേഷൻ കഴിഞ്ഞാലും 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ചെയ്യ്, അയാളുടെ ബന്ധുക്കളൊക്കെ വിവരം അറിയിച്ചേക്ക്. അത് കേട്ടപ്പോ ചാണ്ടി സാർക്കും ഒപ്പം നിന്നവർക്കും ഒരു നടുക്കമുണ്ടായി. ഡോക്ടർ 2-3 ചുവട് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. പിന്നെ ബ്ലഡ് കുറെ വേണ്ടി വന്നു. ഓ നെഗറ്റീവ്. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോൾ ചാണ്ടി സാർ എല്ലാവരോടുമായി പറഞ്ഞു. ഓ നെഗറ്റീവ് ബ്ലഡ് ഉള്ളവർ ഇവിടെ നിന്ന് പോരുത്. ഗ്രൂപ്പ് അറിയില്ലാത്തവർ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണം. ഞാൻ പോയി ഋഷി സാറിന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് അറിയിച്ചിട്ട് വരാം. ചാണ്ടി സാർ അതും പറഞ്ഞ് ബാലചന്ദ്രനെയും കൂട്ടി പുറത്തേക്കിറങ്ങി. STD ബൂത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ചാണ്ടി സാർ പറഞ്ഞു. പാവം, മനസ്സ് താർന്ന് വണ്ടി ഓടിച്ചതുകൊണ്ടാ ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുന്ന ഋഷി സാറിന് ഇങ്ങനെ അപകടം പറ്റില്ല. എങ്ങനെ മനസ്സ് തകരാതിരിക്കും ചാണ്ടി സാറേ? ഭാര്യ അമ്മായിച്ചനും ചേർന്ന് അതുപോലല്ലേ ക്രൂശിച്ചത്? എന്റെ ഭാര്യ ഋഷിയുടെ വെപ്പാട്ടിയാണെന്ന് വരെ മുഖത്ത് നോക്കി പറയുക എന്ന് വെച്ചാ ചേ. മറ്റന്നാള് അവരുടെ വീട്ടിൽ പോയി ഹേമയെ കൂട്ടിക്കൊണ്ട് വരാനിരുന്നതാ ഋഷി. ഹേമയുടെ ഇന്നത്തെ വരവോടെ എല്ലാം അവസാനിച്ചു. ബാലചന്ദ്രൻ നിരാശയോടെ പറഞ്ഞു. മാധവമേനോനും ഹേമലതയും ബാങ്കിലേക്ക് വന്നപ്പോഴേ സ്നേഹം നടിച്ച് അവർക്ക് വിഷം കുത്തിവെച്ചത് നിർമ്മലയും അലക്സ് ചെറിയാനുമാണ്. രണ്ടിനും കുടുംബവും കുട്ടികളും ഉണ്ടെന്നുള്ള വിചാരം പോലും ഇല്ല. സ്വന്തം കുടുംബം തകർന്നാലേ രണ്ടും പഠിക്കൂ. ചാണ്ടി സാർ പെറുപെറുത്തുകൊണ്ട് ബൂത്തിലേക്ക് കയറി. ഋഷിയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് നടക്കുമ്പോൾ നിർമ്മലയെക്കുറിച്ചും അലക്സ് ചെറിയാനെ കുറിച്ചുമാണ് ബാലചന്ദ്രൻ ചിന്തിച്ചത്. അവർ രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിൽ ഋഷിക്ക് മാത്രമല്ല ബന്ധുരയ്ക്കും അപകടമാണ്. അയാൾ മനസ്സിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി. ഋഷിയുടെ ഓപ്പറേഷന് ഏറെ രക്തം വേണ്ടി വന്നു. ആദ്യം രക്തം കൊടുത്തത് ബന്ധുരയാണ്. ഋഷിക്ക് വേണ്ടി രക്തം കൊടുക്കാൻ ധാരാളം പേരുണ്ടായിരുന്നു. പുലർച്ചെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ചാണ്ടി സാറും ബന്ധുരയും ബാലചന്ദ്രനും പ്യൂൺ സദാശിവൻ സാറും ഒഴികെയുള്ളവർ പോയി കഴിഞ്ഞിരുന്നു. ഋഷിയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ICUയിലേക്ക് മാറ്റി. നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ചാണ്ടി സാർ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കുളിച്ച് വേഷം മാറി വരൂ. നിങ്ങൾ വന്നു കഴിഞ്ഞ് ഞാനും സദാശിവൻ നായരും കൂടി പോയിട്ട് വരാം. എന്താ? ശരി ചാണ്ടി സാറേ. ബാലചന്ദ്രനും ബന്ധുരയും പുറത്തേക്ക് ഇറങ്ങി. അവർ ലോഡ്ജിലേക്കാണ് പോയത്. ബന്ധുരയുടെ ഡ്രസ്സൊക്കെ ലോഡ്ജിലായിരുന്നു. അവർ വേഗം കുളിച്ച് വേഷം മാറി മെഡിക്കൽ കോളേജിൽ ചെന്നു. അന്ന് വൈകുന്നേരത്തോടെ ഋഷിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ബന്ധുക്കളും എത്തി.
ഒപ്പം മറ്റത്തിൽ മാധവമേനോനും ഹേമലതയും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ദുഃഖം ഘനീഭവിച്ചിരുന്നു. ഋഷിയുടെ അമ്മ കരയാൻ തുടങ്ങി. എന്റെ മോനെ എന്ത് പറ്റി? ഇപ്പൊ എനിക്ക് എന്റെ മോനെ കാണണം. അവർ വാശി പിടിച്ച് കരയാൻ തുടങ്ങി. മറ്റുള്ളവർ ചേർന്ന് അവരെ ആശ്വസിപ്പിച്ചു. ഹേമലതയെ കണ്ടപ്പോ ബന്ധുര പിന്നോക്കം മാറാൻ തുടങ്ങി. ബന്ധുര ടീച്ചർ ആരെയാ ഓടി ഒളിക്കുന്നത്? ഇനി ടീച്ചറിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞ അപ്പന്റെ മോളുടെ മോന്ത അടിച്ച് പൊട്ടിക്കും ഞാൻ. ബാലചന്ദ്രൻ കടുപ്പിച്ച് പറഞ്ഞിട്ട് ബന്ധുരയെ ബലമായി പിടിച്ചു നിർത്തി. 24 മണിക്കൂർ കഴിയണമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. ഋഷിയുടെ ബന്ധുക്കളോടായി ചാണ്ടി സാർ പറഞ്ഞു. ഋഷിയെ കാണണമെന്ന് വാശി പിടിച്ച ബന്ധുക്കൾ അയഞ്ഞു. അതുവരെ തെല്ലകലെ മാറി നിന്ന മറ്റത്തിൽ മാധവമേനോൻ ചാണ്ടി സാറിന്റെ അടുത്തേക്ക് ചെന്നു. മിസ്റ്റർ ചാണ്ടി, ഋഷിയെ നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? മുംബൈയിലോ മദ്രാസിലോ ഡൽഹിയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്താ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഇന്ന് തന്നെ കൊണ്ടുപോയാലോ? പണത്തിന്റെ അഹങ്കാരത്തിൽ മാധവമേനോൻ ഞെളിഞ്ഞു നിന്നു. ചാണ്ടി സാർ പുച്ഛത്തിലൊന്ന് നോക്കി. മാധവമേനോനെ, പണം കൊണ്ട് ആയുസും വിലയ്ക്ക് വാങ്ങാമെന്നാണോ നിങ്ങൾ കരുതിയത്? തെറ്റിപ്പോയി മിസ്റ്റർ മാധവമേനോനെ. നിങ്ങളുടെ പണം കൊണ്ട് സ്വന്തം മകളുടെ ജീവിതം തകർക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അത് നേരെയാക്കാൻ കഴിഞ്ഞോ? ഇപ്പോ ഋഷിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് നിങ്ങൾ ഒരുത്തം കാരണമാണ്. ഇനി മേലിൽ വന്ന് ഋഷി സാറിന്റെ ജീവന് വില പറഞ്ഞാലുണ്ടല്ലോ, ചെറ്റത്തരം കാണിച്ചിട്ട് വന്നിരിക്കുന്നു. കോപതാപങ്ങളാൽ ജ്വലിക്കുകയായിരുന്നു ചാണ്ടി സാർ. ഒച്ച കേട്ട് ഋഷിയുടെ അച്ഛനും സഹോദരന്മാരും ഒക്കെ അടുത്തു ചെന്നു. എന്താ ഇവിടെ ഒരു ബഹളം? ഋഷി ഏതെങ്കിലും വലിയ ആശുപത്രി കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പണം എനിക്കൊരു പ്രശ്നമല്ലെന്ന് ശേഖരൻ നായർക്ക് അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പതാ ബാങ്കിലെ ഋഷിയുടെ കീഴിൽ പണിയെടുക്കുന്ന ഈ നസ്രാണി എന്റെ നേരെ കടിച്ചു കയറാൻ വരുന്നു. മാധവമേനോൻ തല ഉയർത്തിപ്പിടിച്ച് ഗർവോടെ പറഞ്ഞു. അപ്പോഴേക്കും ബാങ്കിലെ പ്യൂണാണെങ്കിലും സദാശിവൻ നായരുടെ സമനിലയും തെറ്റി. താൻ ആരോട് പുല്ലേ? ടാറ്റയോ അതോ ബിർളയോ അതോ അംബാനിയുടെ അമ്മാവനോ? ചെത്തത്തരം പറയുന്നോ? സദാശിവൻ നായർ മാധവമേനോന്റെ മുന്നിലേക്ക് ചെന്നു. പിന്നെ ഋഷിയുടെ അച്ഛനും സഹോദരന്മാരോടും ഒക്കെ കേൾക്കാനായി തെല്ലുറക്കെ പറഞ്ഞു. ഈ നിൽക്കുന്ന പരമാറുണ്ടല്ലോ, ഇയാള് കാരണമാ ഋഷി സാറിന് ഈ ഗതി വന്നത്. ബാങ്കിലെ 1-2 ചെറ്റകൾ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് ഇയാള് ബാങ്കിലെ സ്റ്റാഫിന്റെ ഒക്കെ മുന്നിൽ വെച്ച് ഋഷി സാറിന് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാമോ? ഋഷി സാറിന്റെ അച്ഛനും സഹോദരങ്ങളൊക്കെ അല്ലേ നിങ്ങള്? ഋഷി സാറ് സ്വന്തം ഭാര്യ ഉള്ളപ്പോ വെപ്പാട്ടിയെ കൊണ്ട് നടക്കുമെന്നാ പറഞ്ഞത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഋഷി സാറിന്റെ തറവാട്ടിലെ പുരുഷന്മാർക്ക് ഭാര്യയ്ക്ക് പുറമെ വെപ്പാട്ടിയെയും കൊണ്ട് നടക്കുന്ന പതിവുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ മറ്റത്തിൽ മാധവമേനോൻ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കാം. ഋഷിയുടെ അച്ഛൻ ശേഖരൻ നായരും അമ്മ സാവിത്രിക്കുട്ടിയും സഹോദരങ്ങളും എല്ലാം മറ്റത്തിൽ മാധവമേനോനെ തുറച്ചു നോക്കി. മാധവമേനോൻ വടി കൊടുത്ത് അടി മേടിച്ചതുപോലെയായി. വീണ്ടും സദാശിവൻ നായർ മാധവമേനോന് നേരെ തിരിഞ്ഞു. എടോ ചെറ്റ മേനോനെ, ഇന്നലെ സന്ധ്യയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ തന്നെ ബാങ്കിലുള്ള എല്ലാവരും അവിടെ ഓടിയെത്തി ഋഷി സാറിന്റെ ഓപ്പറേഷന് കുപ്പിക്കണക്കിന് രക്തം കൊടുക്കുകയും ആയുസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു ഈ നിമിഷം വരെ. അറിയോടോ തനിക്ക്? തന്റെ കയ്യിൽ പൂഴ്ത്ത പണം ഉണ്ടായിട്ടെന്താ തനിക്ക് ആ സമയത്ത് വരാൻ പറ്റിയോ? ഒരു തുള്ളി രക്തമോ 1 രൂപയുടെ മരുന്നോ തനിക്ക് കൊടുക്കാൻ പറ്റിയോ? എന്നിട്ട് പണം കൊണ്ടൊന്ന് വീമ്പിളക്കുന്നു. വാ! സദാശിവൻ നായർ കാറ് തുപ്പി. എല്ലാം കേട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആവാതെ ഭിത്തിമേൽ ഭാരം ചേർത്ത് വെച്ച് വിതുമ്പി നിൽക്കുകയായിരുന്നു ഹേമലത. സദാശിവൻ നായർ അവൾക്ക് മുന്നിലേക്ക് ചെന്നു. ഏത് നിമിഷവും നിയന്ത്രണത്തിന്റെ കണ്ണുകൾ തകർന്നു പോകുന്ന അവസ്ഥ. ഹേമ മാഡം, സദാശിവൻ നായർ തീരെ ശബ്ദം താഴ്ത്തി വിളിച്ചു. ദുഃഖഭാരത്താൽ വിജൃംഭൃതമായ മുഖത്താൽ അവൾ അയാളെ നോക്കി. സദാശിവൻ നായരുടെ ഇടറിയ സ്വരം ബന്ധുര മാഡത്തെ ചൊല്ലിയായിരുന്നല്ലോ ഈ ഭൂകമ്പം മുഴുവൻ. ഹേമ മാഡം വെപ്പാട്ടി എന്നും വേശി എന്നും വിളിച്ച ആ സാധു സ്ത്രീ ദാ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഋഷി സാറിന്റെ ജീവന് വേണ്ടി ആദ്യം രക്തം കൊടുത്തത് അവരാണ്. ഇപ്പോ ഋഷി സാറിന്റെ ജീവന് വേണ്ടി അറിയുന്നതും അറിയാത്തതുമായ 1000 ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹേമ മാഡം വിധവയാകാതിരിക്കാൻ, മാഡത്തിന്റെ ഈ സീമന്ത രേഖയിലെ സിന്ദൂരം മാഞ്ഞു പോകാതിരിക്കാൻ. പൊടുന്നനെ ഹേമലതയിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ബുദ്ധുരയെ താൻ ശപിച്ച വാക്കുകൾ അവൾ ഓർത്തു. ഇപ്പോ നീ ചമച്ചുണ്ടാക്കി ഈ സീമന്ത രേഖയിലെ സിന്ദൂരപ്പൊട്ട് മാഞ്ഞു പോകാൻ അധിക നാള് വേണ്ടി വരില്ലടി. ഈശ്വര! ഹേമലത നെഞ്ചിൽ 2 കൈകളും ചേർത്ത് പിടിച്ചു. വീണ്ടും സദാശിവൻ നായരുടെ വാക്കുകൾ ഹേമലതയുടെ കാതുകളിൽ ആർത്തലച്ചു. ഋഷി സാറിനെ പോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം, 100 പുണ്യം ചെയ്യണം.
ഒരു കൂരയിൽ ഒരു കിടക്കയിൽ ഒന്നിച്ച് അന്തി ഉറങ്ങുന്ന ഭർത്താവിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വേണ്ടത് നന്മ നിറഞ്ഞൊരു മനസ്സും സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു ഹൃദയവുമാണ്. ഹേമ മാഡത്തിന് അതിന് കഴിയുമെങ്കിൽ ഇവിടെ നിന്നും പോകരുത്. അതല്ല, അതിന് കഴിയില്ലെങ്കിൽ ഈ താലിച്ചെയിൻ ഇവിടെ വെച്ചിട്ട് പൊട്ടിച്ചെറിയാം. ഈ സീമന്തരേഖയിലെ സിന്ദൂരപ്പൊട്ട് ഈ നിമിഷം മായ്ച്ചു കളയാം. പറഞ്ഞതും സദാശിവൻ നായർ പിന്തിരിഞ്ഞു നടന്നു. ഋഷിയുടെ ജീവന്റെ തുടിപ്പിനെ പറഞ്ഞ 24 മണിക്കൂർ അവസാനിച്ചിരിക്കുന്നു. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്ന ഡോക്ടറിൽ എല്ലാ കണ്ണുകളും പറഞ്ഞു നിന്നു. ഇനി ഭയപ്പെടാനൊന്നുമില്ല, അരമണിക്കൂറിനുള്ളിൽ വാർഡിലേക്ക് മാറ്റും, ഡോക്ടർ എല്ലാവരോടുമായി പറഞ്ഞു. എല്ലാവരിൽ നിന്നും ആശ്വാസത്തിന്റെ നിശ്വാസമായിരുന്നു. ഡോക്ടർ, ഞാനൊന്ന് കണ്ടോട്ടെ? ഹേമലത നേരത്തൊരു തേങ്ങലോട് ചോദിച്ചു. അപ്പോ ചാണ്ടി സാർ പരിചയപ്പെടുത്തി. ഡോക്ടർ, ഇത് പേഷ്യന്റിന്റെ വൈഫാ. ഓ ശരി ശരി, പക്ഷെ സംസാരിക്കാൻ പാടില്ല, പാതി മയക്കത്തിലാണ്. 2 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കാനും പാടില്ല. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോ ഹേമ സർവവും മറന്ന് ഓടുകയായിരുന്നു. കട്ടിലിൽ ഒരു ജീവച്ഛവം പോലെ കിടക്കുന്ന ഋഷിയെ അവൾ നിറകണ്ണുകളോടെ നോക്കി നിന്നു. മുഖം മാത്രമേ കാണാനാവുമായിരുന്നുള്ളൂ. ഋഷിയുടെ ആ കിടപ്പ് ഏറെ നേരം നോക്കി നിൽക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. താൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തപ്പോ നെഞ്ചു പൊടിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നി. മറ്റത്തിൽ മാധവമേനോന്റെ ഒരേ ഒരു മകളെന്ന അഹങ്കാരത്തിൽ ഈ കിടക്കുന്ന മനുഷ്യനോട് താൻ ചെയ്ത പാതകങ്ങൾ. ദൈവമേ പൊറുക്കണേ ഋഷി, മാപ്പ് മാപ്പ്. അവൾ പൊട്ടിക്കരയുമെന്നായപ്പോ പിന്തിരിഞ്ഞു നടന്നു. അപ്പോഴും ഭിത്തിയിൽ ചാരി വല്ലാത്തൊരു തളർച്ചയോടെ നിൽക്കുകയായിരുന്നു ബന്ധുര. ഹേമലത അവൾക്ക് മുന്നിലെത്തിയപ്പോ നിന്നു. നനഞ്ഞ കണ്ണുകളോടെ പരസ്പരം ഒരു നിമിഷം നോക്കി. പിന്നെ നേർത്തൊരു തേങ്ങളോടെ ഹേമലത ബന്ധുരയുടെ 2 കൈകളിലും മുറുകെ പിടിച്ചു. ക്ഷമിക്കു ബന്ധുര, ഈ പാവിയോട് ക്ഷമിക്കു. അറിവില്ലാതെ ചെയ്ത തെറ്റാണെന്ന് കരുതി ക്ഷമിക്കു. അപ്പോഴേക്കും മറ്റത്തിൽ മാധവമേനോൻ അവളെ വിളിച്ചു. ഹേമേ. ഹേമലത തിരിഞ്ഞ അച്ഛനെ നോക്കി. നമുക്ക് പോകാം, ഇപ്പൊ പുറപ്പെട്ട സൂര്യൻ അസ്തമിക്കുന്ന മുമ്പ് വീടെത്താം. മാധവമേനോന്റെ വാക്ക് കേട്ട് അവിടെ കൂടി നിന്നവർ പരസ്പരം നോക്കി. ഇയാള് മനുഷ്യനാണോ മൃഗമാണോ എന്ന സംശയം. ഛേ, മരുമകനെ വാർഡിലേക്ക് പോലും മാറ്റിയിട്ടില്ല. ഒന്ന് കാണുക പോലും ചെയ്യാതെ മകളെ വിളിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്നു. ചാണ്ടി സാർ പെറുപെറുത്തു. ഹേമലത അച്ഛനെ നോക്കി നിർനിമേഷം നിന്നതേ ഉള്ളൂ. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ലച്ച, അച്ഛന് ധൃതിയാണെങ്കിൽ പോയിക്കോളൂ. ഒടുവിൽ ഹേമലത പറഞ്ഞു. പേടിക്കാനില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് നീയും കേട്ടില്ലേ? മാധവമേനോന് ദേഷ്യം വന്നു. അപ്പോഴേക്കും സ്ട്രെച്ചറിൽ ഋഷിയെ വാർഡിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവൾ അതിന് പിന്നാലെ നടക്കാൻ തുടങ്ങിയതും അയാൾ വർദ്ധിച്ച ദേഷ്യത്തോടെ മുന്നിൽ കയറി നിന്നു. നീ ഇവിടെ നിന്നാ നമ്മൾ കൊടുത്ത ഡൈവോഴ്സ് കേസിന് പിന്നെ എന്ത് ഫലമാണടി? കേസ് തോറ്റുപോകില്ലേ? മര്യാദയ്ക്ക് വന്ന് കാറിൽ കയറി. അയാൾ കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോ ഹേമലതയ്ക്ക് നാണക്കേട് തോന്നി. ഒന്ന് തോറ്റെന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മറ്റാരുടെ മുന്നിലല്ല ഞാൻ തോക്കണത്, എന്റെ ഭർത്താവിന്റെ മുന്നിലല്ലേ. അതില്ല അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞതും ഹേമലത മറ്റുള്ളവർക്കൊപ്പം ഋഷികേശിനെ കൊണ്ടുപോകുന്നതിന് പിന്നാലെ നടന്നു. എന്നും ഈ ധൈര്യമുണ്ടായ ഋഷിയിൽ നിന്ന് ഹേമയെ അടർത്താൻ ഒരു ഞാഞ്ഞൂലിനും കഴിയില്ല, ബാലചന്ദ്രൻ പറഞ്ഞു. ഹേമയുടെ ചുണ്ടിൽ ദുഃഖത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി ഉണ്ടായി. ഋഷിയെ വാർഡിൽ കിടത്തി. ഇങ്ങനെ ഒരു അന്തരീക്ഷം ഹേമയ്ക്ക് ബുദ്ധിമുട്ടാവും അല്ലേ? സാരമില്ല, നാളെ പേവാട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചാണ്ടി സാർ പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ചാണ്ടി സാറെ. ഇപ്പൊ ഞാൻ മറ്റത്തിൽ മാധവമേനോന്റെ മകളല്ല, ഋഷികേശിന്റെ ഭാര്യയെ. ഹേമലത ഋഷി കിടക്കുന്ന ബെഡിന്റെ അടുത്ത് സ്റ്റൂൾ നീക്കിയിട്ടിരുന്നു. ഹേമയുടെ മനംമാറ്റത്തിൽ ഏറെ സന്തോഷിച്ചത് ബാലചന്ദ്രനും ബന്ധുരയുമായിരുന്നു. ഋഷി അപ്പോഴും മയക്കത്തിലായിരുന്നു. വിളിച്ചുണർത്തരുതെന്ന് ഡോക്ടർ നിഷ്കർഷിച്ചിട്ടുള്ളത് കൊണ്ട് ആരും ഉണർത്തിയില്ല. അന്ന് രാത്രി മുഴുവൻ ചാണ്ടിസാറും സദാശിവൻ നായരും ബാലചന്ദ്രനും ബന്ധുരയും അവിടെ തന്നെ നിന്നു. അവരുടെയൊക്കെ സ്നേഹപ്രകടനങ്ങൾ കണ്ടപ്പോൾ ഹേമലതയ്ക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഇവരൊക്കെയാണല്ലോ താൻ പലപ്പോഴായി വേദനിപ്പിച്ചിട്ടുള്ളത്. ഉള്ളു പിടയുന്ന നൊമ്പരമായിരുന്നു അവൾക്ക്. ബന്ധുരയെ നോക്കിയപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. ഈ പാവം സ്ത്രീയെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു. ഈ സ്ത്രീയുടെ ചാരിത്രത്തെ പോലും താൻ പിച്ചി ചീന്തിയിരിക്കുന്നു. എന്നിട്ടും ഒരു പിണക്കവുമില്ലാതെ ഉറക്കം വിളിച്ച് തനിക്ക് കൂട്ടിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ബന്ധുര ചോദിച്ചു. ഹേമ എന്തിനാ കരയണത്? ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഋഷി സാറ് ഉറക്കമുണരേണ്ട താമസേ ഉള്ളൂ, പിന്നെന്താ? ഏയ്, അതോർത്തിട്ടല്ല. ഹേമലത ഇടതുകൈ ഉയർത്തി കണ്ണു തുടച്ചു. പിന്നെ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നിങ്ങളുടെയൊക്കെ സ്നേഹവും
നല്ല മനസ്സും കാണാൻ ഒത്തിരി വൈകിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോ ഇപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. 1-2 ദിവസത്തെ ദൂരയാത്ര കഴിഞ്ഞതല്ലേ, ഉറക്ക ക്ഷീണം ഉണ്ടാവും. വേണമെങ്കിൽ രേശോ ഉറങ്ങിക്കോളൂ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ബന്ധുര മെല്ലെ പറഞ്ഞു. വേണ്ട, ഞാൻ എവിടെ ഇരുന്നോളാം. നേരം പുലർന്നു. ഋഷി കണ്ണു തുറന്നു. അയാൾ എല്ലാവരെയും മാറി മാറി നോക്കി. എന്റെ ഇട മോനെ, നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ഋഷിയുടെ അമ്മ സാവിത്രിക്കുട്ടി അടുത്തിരുന്നു കരഞ്ഞു. പക്ഷെ ഋഷിയുടെ നോട്ടം ഹേമലതയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. ഹേമ ഇവിടെ എങ്ങനെ എത്തി? അന്ന് തന്നോട് വഴക്കടിച്ചു പോയതാണ്. പിന്നെ ഋഷിക്ക് ഒന്നും മനസ്സിലായില്ല. ഹേമലത കരയുകയായിരുന്നു, ശബ്ദമില്ലാതെ. അത് ഹൃദയം പൊട്ടിയുള്ള കരച്ചിലാകാതിരിക്കാൻ അവൾ അതരം കടിച്ചു പിടിച്ചു. ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്, അവൾ അസ്പഷ്ടമായ വാക്കുകളിൽ അയാളോട് മന്ത്രിച്ചു. എന്താ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഋഷി എല്ലാവരെയും ചോദ്യഭാവത്തിൽ നോക്കി. അപ്പോ ഒരു ആക്സിഡന്റ് ഉണ്ടായതൊന്നും ഋഷി സാറിന് ഓർമ്മയില്ല അല്ലേ? ചാണ്ടി സാറ് പിന്നെ പുഞ്ചിരിയോടെ തുടർന്നു. അതെങ്ങനാ? ഒരു ദിവസം മുഴുവനായും മയക്കത്തിലല്ലായിരുന്നോ? പിന്നെ എങ്ങനെ ഓർക്കും? ഋഷി ഏതാണ്ടൊക്കെ ഓർക്കാൻ ശ്രമിച്ചു. അന്ന് ബാലചന്ദ്രൻ സാറും ബുദ്ധരിയും വിവാഹിതരായ ശേഷം വന്നത്, മാധവ മാമയും ഹേമയും വന്ന് വഴക്കുണ്ടാക്കിയത്, വൈകുന്നേരം ബാലചന്ദ്രൻ സാറും ബന്ധുരയും ബാങ്കിലെ സ്റ്റാഫിന് നൽകുന്ന പാർട്ടി, അവിടേക്കുള്ള തന്റെ യാത്ര, പിന്നെ പിന്നെ തന്റെ കാറും എതിരെ വന്ന സൂപ്പർ ഫാസ്റ്റുമായി ആ നടക്കുന്ന ഓർമ്മയിൽ കണ്ണു മിഴിഞ്ഞുപോയി. എല്ലാം ഒരു സ്വപ്നം പോലെ. എന്നിട്ടും താൻ ജീവിച്ചിരിക്കുന്നുവോ? സത്യാണോ? ഇപ്പോഴും ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ? ഋഷി വിശ്വാസം വരാതെ തീരെ പതിഞ്ഞ ശബ്ദത്തിൽ എല്ലാവരോടുമായി ചോദിച്ചു. ഞങ്ങളൊക്കെ ഋഷിയുടെ അടുത്ത് നിൽപ്പുള്ളത് സത്യമാണെങ്കിൽ പിന്നെ ഈ ഇരിക്കുന്നത് ഋഷിയുടെ ഭാര്യ ഹേമലതയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഋഷി ജീവിച്ചിരിക്കുന്നത് സത്യമാണ്, ബാലചന്ദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു. ഋഷി വീണ്ടും ഹേമലതയ്ക്ക് നേരെ തളർന്ന കണ്ണുകൾ അയച്ചു. തന്നോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലെന്നും അടുത്ത ആഴ്ച കുടുംബ കോടതിയിൽ വെച്ച് കഴുത്തിൽ കിടക്കുന്ന താലിച്ചൈൻ ഊരിത്തരാമെന്നും പറഞ്ഞ് അച്ഛനോടൊപ്പം ഇറങ്ങിപ്പോയ ഹേമലത ഇപ്പോ തന്റെ മുന്നിലിരുന്ന് കരയുന്നു. ഋഷി മെല്ലെ കൈകൾ നെറ്റി അവളെ തൊട്ടു. അവൾ ആ കൈകളിൽ അമർത്തിപ്പിടിച്ചു. ഇനി ഋഷിയെ പിരിഞ്ഞ് ഞാൻ ഒരിടത്തും പോവില്ല. അന്ന് എന്നോട് ചോദിച്ചില്ലേ എന്നെ വിശ്വാസമാണോന്ന്? അതെ, ഋഷിയെ എനിക്ക് എന്റെ കണ്ണോളം വിശ്വാസമാണ്. അവൾ ദുഃഖം കടിച്ചമർത്തി. ഡോക്ടറും നഴ്സുമാരും വന്നപ്പോ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പോ എല്ലാവരും ഇവിടെ നിൽക്കണമെന്നില്ല. ഹേമലത ഇവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി കുളിച്ചിട്ടൊക്കെ വന്നാ മതി. അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം, എന്താ? ചാണ്ടി സാർ പറഞ്ഞു. ഞാൻ ഋഷിയുടെ അടുത്തൊന്ന് എങ്ങും പോകണില്ല ചാണ്ടി സാറെ, ഹേമലത പറഞ്ഞു. അവളെ പിന്നെ ആരും നിർബന്ധിച്ചില്ല. ഒരു നഴ്സ് അവൾക്കടുത്തേക്ക് വന്നു. പ്രിസ്ക്രിപ്ഷൻ നീട്ടി. ഈ മരുന്നെല്ലാം പുറത്തുനിന്ന് വാങ്ങേണ്ടതാണ്, ഉച്ചയ്ക്ക് കിട്ടിയാൽ മതി. ചാണ്ടി സാർ അത് വാങ്ങി. ഡോക്ടർ പോയി കഴിഞ്ഞപ്പോ അവർ ഋഷിയുടെ ബെഡിനടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ബാങ്കിൽ നിന്നും ഋഷിയെ കാണാൻ എല്ലാവരും വന്നു തുടങ്ങിയിരുന്നു. നിർമ്മലയും അലക്സ് ചെറിയാനും ഒന്നിച്ചാണ് വന്നത്. ഋഷിയുടെ ബെഡിനടുത്ത് സ്റ്റൂളിലിരിക്കുന്ന ഹേമലതയും തെല്ലകലെ മാറി നിൽക്കുന്ന ബന്ധുരെയും കണ്ടപ്പോ നിർമ്മലയുടെ മനസ്സ് തുടുത്തു. അലക്സേ, നമ്മൾ വന്നത് നല്ലൊരു നേരത്താണല്ലോ. ഇപ്പൊ നല്ലൊരു സ്റ്റണ്ട് കാണും. എങ്ങനെ? അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് നിർമ്മല ഹേമയുടെ അടുത്തേക്ക് ചെന്നു. ഹേമ ഇവിടെ വന്നോ? എപ്പോഴാ വന്നേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഹേമലതയെ പിടിച്ച് അല്പം മാറ്റി നിർത്തിയിട്ട് നിർമ്മല അടക്കി പിടിച്ചു പറഞ്ഞു. എന്താ ഹേമേ, ബന്ധുര വന്ന് നിൽക്കണത് കണ്ടില്ലേ? അടിച്ചോടിച്ചു വിട്. കണ്ടില്ലേ ഭർത്താവിന്റെ അടുത്ത് നിൽക്കണ പോലെ ഋഷിസാറിന്റെ അടുത്ത് നിൽക്കണത്? നിർമ്മല പറഞ്ഞു തീരും മുമ്പ് ഹേമലതയുടെ വലതു കൈപ്പത്തി അവളുടെ കവിളിൽ ശക്തിയായി പതിച്ചു. നിർമ്മല പതറി. നിർമ്മല തരിച്ചു നിന്നു പോയി. ഹേമലതയിൽ നിന്നും ഇങ്ങനൊരു തിരിച്ചടി തെല്ലും പ്രതീക്ഷിച്ചതല്ല. ഹേമയെ, ഞാൻ പറയണത് നീ ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഹേമലത അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. എന്റെ ഭർത്താവിന് വേറെ സ്ത്രീകളുമായി അവിധമുണ്ടെങ്കിൽ നിനക്കെന്താടി നഷ്ടം? എന്റെ ഭർത്താവിനെ മയക്കിയെടുക്കാൻ നോക്കിയിട്ട് കിട്ടാത്തതിന്റെ വിരോധം അല്ലേടി? ഒച്ചയും ബഹളവും കേട്ട് പലരും ശ്രദ്ധിക്കാൻ തുടങ്ങി. ചാണ്ടി സാർ വേഗം ഹേമലതയുടെ അടുത്ത് ചെന്നു. ഹേമേ, വേണ്ട, ഇത് ഹോസ്പിറ്റലാണ്, പലരും കാണും. സാരമില്ല ചാണ്ടി സാറേ, നമ്മൾ നാണക്കേടോടത്ത് വെറുതെ വിട്ടാ ഇവൾ ഇനിയും പല കുടുംബജീവിതവും തകർക്കും. അത് പാടില്ല. അതും പറഞ്ഞ് അവൾ ഒരടി കൂടി കൊടുത്തു. മേലിൽ എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അന്ന് ഞാൻ മറ്റത്തിൽ മാധവമേനോന്റെ മകളാവും. തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത മാധവമേനോന്റെ മകൾ. പൊയ്ക്കോ എന്റെ മുമ്പീന്ന്. നിർമ്മലയ്ക്ക് ഒന്ന് ചലിക്കുവാൻ പോലും കഴിഞ്ഞില്ല.
എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് തല്ലിയത്. ബാങ്കിലെ സ്റ്റാഫ് മുഴുവൻ ഇത് പാട്ടാക്കും. പ്യൂൺ സദാശിവൻ നായർ നിർമ്മലയുടെ അടുത്തേക്ക് ചെന്നു. കിട്ടാനുള്ളത് കിട്ടാതെ അടിയും ഇടകൊള്ളില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിൽ കാണുന്നത് ഇപ്പൊ ആദ്യ. സദാശിവൻ നായർ പരിഹസിച്ചു ചിരിച്ചു. എന്തായാലും നിർമ്മല മാഡം വേഗം പൊയ്ക്കോ. മറ്റത്തിൽ മാധവമേനോന് പയ്യെ പയ്യെ കലിയിളകുന്നത്. ഇളക്കം കൂടുന്നതിന് മുമ്പ് സ്ഥലം വിട്ടാം. നിർമ്മല ദേഷ്യത്താലും സങ്കടത്താലും സദാശിവൻ നായരെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് വേഗം നടന്നു. എല്ലാം കണ്ട് മരവിച്ചു നിൽക്കുകയായിരുന്നു അലക്സ് ചെറിയാൻ. നിർമ്മല പോയതോടെ ബാങ്കിലെ സ്റ്റാഫിന്റെ മുഴുവൻ നോട്ടം തന്റെ മേലാണെന്ന് അലക്സിന് മനസ്സിലായി. രക്ഷപ്പെടാൻ പഴുതുകളില്ലാതെ അയാൾ വിഷമിച്ചു. ഏതോ ഒരു പേഷ്യന്റിനെ സ്ട്രക്ചറിൽ ഇരുത്തിക്കൊണ്ട് വരുന്നത് കണ്ട് അയാൾ ആ മറവിലൂടെ നടക്കാൻ തുടങ്ങിയതും ബാലചന്ദ്രൻ തെല്ലി ശബ്ദം ഉയർത്തി വിളിച്ചു, അലക്സേ. അയാൾ തെല്ലി ഭയത്തോടെ നിന്നു. ബാലചന്ദ്രൻ അങ്ങോട്ട് ചെന്നു. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ അലക്സ് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പൊടുന്നനെ അലക്സിന്റെ കവിളത്ത് അടി വീണു. ഇതെന്തിനാ തല്ലിയെന്നറിയോ? അലക്സ് ചെറിയാൻ വിഷണ്ണനായി നിന്നു. ഇവിടേക്ക് ഒരിക്കലും വരേണ്ടിയിരുന്നില്ലെന്ന് പോലും തോന്നി. നിർമ്മല നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. അത് അപകടത്തിലേക്കാണ് എന്ന് കരുതിയില്ല. വീണ്ടും ബാലചന്ദ്രന്റെ ശബ്ദം. ഹേമലത നിർമ്മലയെ തല്ലിയതേ ഭർത്താവിന് അനാവശ്യം പറഞ്ഞതിനാണ്. ഞാൻ തന്നെ തല്ലിയത് എന്റെ ഭാര്യയെക്കുറിച്ച് വൃത്തികേട് പറഞ്ഞതിനുമാണ്. ഇനി ഇത്തരം ചപ്പളാച്ചം കൊണ്ട് വന്നാലുണ്ടല്ലോ, തന്റെ ടീച്ചർ ഭാര്യ ഉണ്ടല്ലോ, അവള് തന്നെ ഉപേക്ഷിച്ചു പോയെന്നിരിക്കും. പൊയ്ക്കോ. അലക്സ് ചെറിയാൻ ആളുകൾക്കിടയിൽ മുങ്ങി. ബാലചന്ദ്രൻ അടുത്ത് ചെന്നപ്പോ ബന്ധുര പറഞ്ഞു, ഇത്രയും വേണ്ടായിരുന്നു. അയാൾ പുഞ്ചിരിച്ചതേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞാണ് ഋഷിയെ പേവാഡിലേക്ക് മാറ്റിയത്. അപ്പോഴേക്കും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ശേഖരൻ നായരും സാവർത്തിർക്കുട്ടിയും ഋഷിയുടെ വാടക വീട്ടിലേക്ക് പോയി. പേവാഡിലെ സൗകര്യപ്രദമായ മുറിയിൽ ഋഷിയും ഹേമലതയും തനിച്ചായി. ഏറെ നേരം അവർ മുഖത്തോട് മുഖം നോക്കി. നിമിഷങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ഒടുവിൽ എപ്പോഴോ ഹേമ ശബ്ദിച്ചു, ഞാൻ ചെയ്തത് തെറ്റായി പോയോ? എന്ത്? നിർമ്മലയെ തല്ലിയത്? അല്ലെന്ന അർത്ഥത്തിൽ ഋഷി 2 പ്രാവശ്യം ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു. പിന്നെ തീരെ ക്ഷീണിച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതിനു മുമ്പ് ഇത് ചെയ്തിരുന്നെങ്കിൽ ഹേമേ, നമ്മുടെ ജീവിതം കുത്തഴിഞ്ഞ പുസ്തകം പോലെ ആവില്ലായിരുന്നു. സാരില്ല, കുറച്ച് വൈകിയേ ഉള്ളൂ. ഇനിയെങ്കിലും നാം നമ്മളെ ഒന്ന് വിശ്വസിക്കേണ്ടതാണ്, അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളെ അല്ല. ഒരാഴ്ച കടന്നുപോയി. ഋഷിയുടെ വീട്ടുകാർ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ബാങ്കിലെ സ്റ്റാഫ് എന്നും വിവരങ്ങൾ അറിയാൻ ഹോസ്പിറ്റലിൽ വന്നു. നിർമ്മലയും അലക്സ് ചെറിയാനും നീണ്ട അവധിയെടുത്ത് വീട്ടിലായിരുന്നു. എന്നും രാവിലെയും വൈകുന്നേരവും ബന്ധുര മുടങ്ങാതെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. ബന്ധുര വരുന്നതും അവളോട് സംസാരിച്ചിരിക്കുന്നതും ഹേമലതയ്ക്ക് വളരെ ഇഷ്ടമായിരുന്നു. കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റ് നടക്കുന്ന ബന്ധുരയോട് അവൾക്ക് സ്നേഹവും ബഹുമാനവും തോന്നി. എന്നിട്ടും ആ പാവം പെണ്ണിനെ താൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു എന്നോർത്തപ്പോ വല്ലാത്ത സങ്കടമായി. ബാലചന്ദ്രൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ട്രെയിനിൽ നിന്നും ഇറങ്ങി ആൾത്തിരക്കിലൂടെ നടക്കുമ്പോ ബാലചന്ദ്രൻ പറഞ്ഞു, എന്തു പ്രസവിച്ചു? പെൺകുഞ്ഞാ? ബന്ധുര നടത്തു നിർത്തി അയാൾക്ക് നേരെ തിരിഞ്ഞു. എപ്പോ? എന്നിട്ട് എന്നെ അറിയിച്ചില്ലല്ലോ. അവക്ക് സങ്കടമായി. 8-10 ദിവസമായി ഞാൻ ഇന്നലെ അറിഞ്ഞത്. അവൾ 4-5 നിമിഷം മൗനം പൂണ്ടു. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. കുഞ്ഞിന്റെ നൂലുകെട്ട് അറിയിച്ചാൽ മതി എന്ന് കരുതിയിട്ടുണ്ടാവും. അതിനല്ലേ കാശ് വേണ്ടത്. ബാലചന്ദ്രൻ മൃദുവായി പുഞ്ചിരിച്ചു. അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓരോ ചായ കുടിച്ചു. ടീച്ചറ് വീട്ടിലേക്ക് പോയിക്കോളൂ. ശമ്പളമായി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് വീട്ടുകാർ കാത്തിരിക്കും. ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വരാം. ബാലചന്ദ്രൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. ബന്ധുര പിൻസീറ്റിൽ കയറി. പഠിപ്പിന് വാതിൽക്കൽ സ്കൂട്ടർ നിർത്തി. അവൾ ഇറങ്ങി. വൈകുന്നേരം വരാം. അതും പറഞ്ഞ് ബാലചന്ദ്രൻ സ്കൂട്ടർ മുന്നോട്ടെടുത്തു. സ്കൂട്ടർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ ബന്ധുര അവിടെ തന്നെ നിന്നു. പിന്നെ പഠിപ്പുര വാതിൽ തുറന്ന് മുറ്റത്തേക്ക് കയറി. വരാന്തയിലേക്ക് ഇറങ്ങി വന്ന കൃഷ്ണപ്രിയയാണ് അവളെ ആദ്യം കണ്ടത്. അമ്മേ, ബന്ധുരച്ചി വന്നിരിക്കണോ? അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് കൃഷ്ണപ്രിയ മുറ്റത്തേക്ക് ഇറങ്ങി ഓടി. തിരുവിതാംകൂർ രാജവംശത്തിലെ മഹാറാണിയല്ലേ എഴുന്നള്ളിയിരിക്കുന്നത്? നിലവിളക്കും താലപ്പൊലിയുമായി ചെന്ന് സ്വീകരിക്ക്. അത് കേട്ട് ഇന്ദുലേഖ പെറുപെറുത്തു. ബന്ധുരച്ചി. കൃഷ്ണപ്രിയ ബന്ധുരയുടെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. കൃഷ്ണ, എന്ത് പ്രസവിച്ചിട്ട് എന്നെ എന്താ അറിയിക്കാതിരുന്നത്? ഇത്ര പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ അന്യായോ? ബന്ധുര വേദനയോട് ചോദിച്ചു. ബന്ധുരേച്ചി അറിയിക്കാൻ ഞാൻ കത്ത് എഴുതിയതാ. ഇന്ദു ചേച്ചി അത് വലിച്ചു കീറിക്കളഞ്ഞു. വീട്ടുകാരെ എല്ലാം മറന്ന് കല്യാണം കഴിച്ച് സുഖിച്ച് കഴിയണവരെ ഒന്നും അറിയിക്കേണ്ടെന്ന്.
വേണ്ടാന്ന് ഞാനും കരുതി. ഭീഷണിപ്പെടുത്തി ഓരോന്നും നേടാന്നാ കണക്കുകൂട്ടല്. വിഷത്തിന്റെ തള്ളയുടെ ഇഞ്ചക്ഷനാ. വെന്തിരിച്ച് അതിൽ വീഴരുത്. കൃഷ്ണപ്രിയ മുന്നറിയിപ്പ് കൊടുത്തു. വിശ്വൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. പെമ്പ്രനോത്തി പ്രസവത്തിന് വന്നപ്പോ കൂടെ പോന്നതാ. വെന്തിരിച്ച് അയച്ചു തരുന്ന പണം കൊണ്ട് 4 നേരം ശരീരം അനങ്ങാതെ തിന്നാലോ. നാണം കെട്ടായൻ. അവൾ പെറുപെറുത്തു. മിണ്ടാതെ കൃഷ്ണൻ, അവർ കേൾക്കും. ബന്ധുര ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് വരാന്തയിലേക്ക് കയറി. മോളെ ബന്ധുരെ. ദേവികമ്മ അവൾക്കടുത്തേക്ക് ചെന്ന് പതിയെ പറഞ്ഞു. എന്ത് പ്രസവിച്ചു? പെൺകുഞ്ഞാ. നീ ഇന്ന് വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാ അറിയിക്കാതിരുന്നത്. അമ്മ നല്ലതുപോലെ അഭിനയിക്കുകയാണെന്ന് ബന്ധുരയ്ക്ക് മനസ്സിലായി. അവൾ പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ അടുത്ത മുറിയിൽ നിന്നും കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ബന്ധുര അവിടേക്ക് ചെന്നു. തൊട്ടിലിൽ കിടന്ന് കുഞ്ഞ് നിർത്തലില്ലാതെ കരയുകയാണ്. ഇതൊന്നും അറിയാതെ വിശ്വജിത്ത് കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇന്ദുലേഖയെ കണ്ടതുമില്ല. ബന്ധുര വേഗം കുഞ്ഞിനെ വാരിയെടുത്തു. ഓ, കരയാതെ കരയാതെ. അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും ഇന്ദുലേഖ വന്നു. ബന്ധുര കുഞ്ഞിനെ എടുത്തത് ഇഷ്ടപ്പെടാതെ അവൾ മുഖം ചുളിച്ചു. പിന്നെ ബലമായിട്ടെന്നോണം ബന്ധുരയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ബന്ധുരയ്ക്ക് വല്ലാതെ നൊന്തു. പക്ഷെ അവൾ ഒന്നും പറയാതെ മുറിയിൽ നിന്നും പുറത്തിറങ്ങി. കൃഷ്ണപ്രിയ പിന്നാലെ ചെന്നു. ഒരു കുഞ്ഞുണ്ടായപ്പോ ഇന്ദു ചേച്ചിയുടെ വിചാരം ഈ നാട്ടിൽ ആദ്യം കുഞ്ഞുണ്ടാവുന്ന പെണ്ണ് പുള്ളിക്കാരിയാണെന്നാ. എന്നെ കൊണ്ടുപോലും തൊടിയിക്കില്ല, അവൾ പതിയെ പറഞ്ഞു. ഇന്ദുലേക്ക് ആരുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നതെന്ന് ബന്ധുര ആലോചിച്ചു. അവൾ കുളിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. കുളി കഴിഞ്ഞു വന്നപ്പോഴേക്കും വിശ്വജിത്ത് വരാന്തയിൽ ഉണ്ടായിരുന്നു. ചേച്ചി എന്ന് വരുമെന്ന് അറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇവിടെ തന്നെ തങ്ങിയത്. അല്ലെങ്കിൽ ഇന്നലെ തന്നെ പോകുമായിരുന്നു. ബന്ധുരയുടെ അടുത്തേക്ക് ചെന്ന് വിശ്വജിത്ത് പറഞ്ഞു. അത് കേട്ടപ്പോ കൃഷ്ണപ്രിയക്ക് ചൊറിഞ്ഞു കയറി. ബന്ധുരേച്ചി ഇന്ന് വരുമെന്ന് കരുതി വിശ്വേട്ടൻ 1 മാസം മുമ്പേ എവിടെ താമസിക്കുമായിരുന്നുവെന്നാ പറയണത്. കൃഷ്ണപ്രിയ തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു. വിശ്വജിത്തിന്റെ മുഖത്ത് ചമ്മലുണ്ടായി. തന്റെ ഭർത്താവിനെ പരിഹസിക്കുന്നത് കേട്ടപ്പോ ഇന്ദുലേഖയ്ക്ക് ദേഷ്യമുണ്ടായി. അതിന് നിനക്ക് നഷ്ടമൊന്നും വരുന്നില്ലല്ലോ. ഇതേ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. ഇവിടെ എന്റെ ഭർത്താവും താമസിച്ചെന്നിരിക്കും. അയ്യോ, എനിക്കൊരു നഷ്ടമില്ല. ഭർത്താവിനെ തന്നെ താമസിപ്പിക്കുന്നത് എന്തിനാ? അമ്മായിയമ്മേനി നാത്തൂനി ഇനി അവിടെ വല്ലവരും ഉണ്ടെങ്കിൽ അവരെയും വിളിച്ചോണ്ട് വന്ന് താമസിപ്പിച്ചോളൂ. ആര് പറഞ്ഞു വേണ്ടാന്ന്? കൃഷ്ണപ്രിയയും വിട്ടുകൊടുത്തില്ല. കൃഷ്ണേ, നീ അകത്തുപോ. ബന്ധുര ശബ്ദമുയർത്തി. കൃഷ്ണപ്രിയ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ അകത്തു പോയി. ഇന്ദുലേഖ വിശ്വജിത്തിനെ കണ്ണു കാണിച്ചു. ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. വിശ്വജിത്ത് വിനയം നടിച്ചു പറഞ്ഞു. എന്തേ? അന്ന് ബാങ്കിലെ ലോണിന്റെ കാര്യം പറഞ്ഞപ്പോ ബദരേച്ചി പറഞ്ഞത് 5-6 മാസം കഴിയട്ടെന്നല്ലേ. ഇനിയിപ്പോ ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ചേച്ചി? പാലക്കാട്ടേക്ക് പോകുന്നതിന് മുമ്പ് അതൊന്ന് ശരിയാക്കി തരുമോ? അടുത്ത മാസമെങ്കിലും സ്റ്റുഡിയോ തുടങ്ങാനാണ്. അപ്പോൾ ഇന്ദുലേഖ മുന്നോട്ട് കയറി നിന്നു. ഫോമെല്ലാം വിശ്വത്തിന്റെ കയ്യിലില്ലേ? ഇപ്പോഴേ ഒപ്പിട്ട് വാങ്ങിയ ഇന്ന് തന്നെ ബാങ്കിൽ കൊടുക്കരുതോ? അവൾ അതും പറഞ്ഞു മുറിയിലേക്ക് കയറി അപേക്ഷാ ഫോമുമായി തിരികെ വന്നു. അത് അവൾ വിശ്വജിത്തിനെ ഏൽപ്പിച്ചു. അവർ കാണാതെ കൃഷ്ണപ്രിയ ഒപ്പിട്ട് കൊടുക്കരുതെന്ന് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു. വിശ്വം അപേക്ഷാ ഫോം ബന്ധുരയ്ക്ക് നേരെ നീട്ടി. ചേച്ചി ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ ഇന്ന് തന്നെ ബാങ്കിൽ കൊടുക്കാം. 1 മാസത്തിനുള്ളിൽ ലോൺ പാസ്സാക്കി തരാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ബന്ധുര അത് വാങ്ങുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല. ഇന്ദുലേഖയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. ലോൺ തിരിച്ചടയ്ക്കത്തില്ലെന്ന പേടിയാണെങ്കിൽ എന്റെ ഇവിടുത്തെ വീതത്തിൽ വരവ് വെച്ചാൽ മതി, അല്ലാതെ ആരുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട. അവളുടെ സംസാരം ബന്ധുരയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഔദാര്യം വേണ്ടെങ്കിൽ എന്നെ ജാമ്യം നിർത്തി ലോൺ എടുക്കേണ്ട കാര്യമില്ല. വീതം വെക്കുന്ന കാലത്ത് നിനക്കുള്ളത് കിട്ടും. അന്ന് സ്റ്റുഡിയോ തുടങ്ങിയാൽ മതിയല്ലോ. ബന്ധുര അകത്തേക്ക് കയറി. ദേവകിയമ്മ ഇന്ദുലേഖയുടെ പക്ഷം പിടിച്ചു. അവൾ പറഞ്ഞത് നീ കാര്യമാക്കണ്ട ബന്ധുരെ. എത്ര നാളാണെന്ന് വെച്ചാ വിഷം പണിയില്ലാതെ നടക്കണത്. നീ അതേലും ഒപ്പിട്ട് കൊടുക്ക്. അമ്മേ, ബന്ധുര വിളിച്ചു. ഞാന് ഇപ്പൊ ഒരു ഭാര്യയാണ്. 10-100 രൂപയുടെ കാര്യമല്ലേത്. 1.5 ലക്ഷം രൂപയാ. ഇത്രയും വലിയൊരു തുകയ്ക്ക് ജാമ്യം നിൽക്കുമ്പോ എനിക്ക് എന്റെ ഭർത്താവിനോട് ഒന്ന് ആലോചിക്കണം. ബാലചന്ദ്രൻ സാർ സമ്മതിച്ചാ ഒപ്പിട്ട് കൊടുക്കാം. ബന്ധുര തീരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അയാളാരാ? ദൈവം തമ്പുരാനോ? ഇന്ദുലേഖ അകമുറിയിലേക്ക് പാഞ്ഞു ചെന്നു. അയാള് ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ളതിന് എന്താ തെളിവ്? അയാള് ചേച്ചിയെ ഒരു വെപ്പാട്ടിയായിട്ടാ കണ്ടിരിക്കണത്. പറഞ്ഞു തീരും മുമ്പ് ബന്ധുരയുടെ വലതുകരം ഇന്ദുലേഖയുടെ കവിളിൽ ശക്തിയിൽ പതിച്ചു. ഒരക്ഷരം നീ മിണ്ടിപ്പോവരുത്. ഇന്ദുലേഖ വേദനയാൽ ഒന്ന് പൊളഞ്ഞു. അനുജത്തിയാണെങ്കിലും തന്റെ സ്ത്രീത്വത്തെയാണ് ഇന്ദുലേഖ അപമാനിച്ചത്. താൻ ബാലചന്ദ്രൻ സാറിന്റെ വെപ്പാട്ടിയാണ് പോലും. ബാലചന്ദ്രൻ സാറ് എന്റെ ഭർത്താവാണെന്നുള്ളതിന് എന്താണ് തെളിവെന്നല്ലേ നീ ചോദിച്ചത്? അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ.
എന്റെ വയറ്റിൽ വളരുന്ന ബാലചന്ദ്ര സാറിന്റെ കുഞ്ഞ്. ബന്ധുരയുടെ വാക്ക് കേട്ട് ദേവകിയമ്മയിൽ ഒരു നടുക്കമുണ്ടായി. ഒപ്പം ഇന്ദുലേഖയിലും. ഏറെ നേരം കഴിഞ്ഞ് നടുക്കത്തിൽ ഉണർന്ന ദേവകിയമ്മ പതിഞ്ഞ ശബ്ദത്തിൽ വിളിച്ചു, മോളെ ബന്ധുരെ. അവൾ മുഖമുയർത്തി. നീ പറഞ്ഞത് സത്യമാണോ മോളെ? അതെ എന്ന അർത്ഥത്തിൽ അവൾ തല ചലിപ്പിച്ചു. ദേവകിയമ്മ അവളുടെ ഇരു തോളിലും പിടിച്ചു. ഇപ്പോ അതൊന്നും വേണ്ട മോളെ. ബാങ്കിലെ കടം തീർത്ത് ആധാരം ഇതുവരെ തിരിച്ചെടുത്തിട്ടില്ല. കൃഷ്ണയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഈ കുടുംബത്തിന്റെ ബാധ്യതകളെല്ലാം തീർന്നിട്ട് പോരെ ബന്ധുരെ? അമ്മ പറയണത് ഒന്നും മനസ്സിലാവാതെ ബന്ധുര ചോദിച്ചു. നമുക്ക് ആ കുഞ്ഞിനെ കളയാം. പേരെടുക്കണ നാണിത്തള്ളയെ കണ്ടാ മതി. ഇരു ചെവി അറിയാതെ കുഞ്ഞിനെ നശിപ്പിച്ചോളും. അമ്മേ! ബന്ധുര നെഞ്ചി തകർന്ന് വിളിച്ചുപോയി. ബന്ധുര പകച്ചു നിന്നുപോയി നിമിഷങ്ങളോളം. അമ്മ തന്നെയാണോ ഇത് പറഞ്ഞതെന്ന് അവൾ സംശയിച്ചു. നെഞ്ചിനുള്ളിൽ സങ്കടം തിങ്ങി വിങ്ങുകയാണ്. ഏത് നിമിഷവും അത് പൊട്ടിയൊഴുകാം. ദേവകിയമ്മയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. കനത്ത നിശബ്ദതയ്ക്കൊടുവിൽ ബന്ധുര ശബ്ദിച്ചു, അമ്മ അമ്മ എന്താ പറഞ്ഞത്? നമ്മുടെ ഗതികേട് കൊണ്ടാണ് മോളെ അമ്മ പറയണത്. ഈ കുടുംബത്തിനെ ആശ്രയിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ. ദേവകിയമ്മ വാക്കുകൾക്കായി പരതി. അതിന്? അവൾ പകപ്പോടെ അമ്മയെ നോക്കി. എല്ലാ ഭാരവും തലയിൽ നിന്ന് ഇറക്കി വെച്ചു കഴിഞ്ഞാ നിനക്കും ബാലചന്ദ്ര സാറിനും സുഖമായി ജീവിക്കാലോ. ഇനിയിപ്പോ ഇന്ദുന്റെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് ചെലവില്ലേ? അമ്മ വീട്ടുകാര് കുഞ്ഞിന് സ്വർണ്ണമാല ഇടണം. പിന്നെ മറ്റു ചെലവുകളും. ദേവകിയമ്മ ഒന്ന് നിർത്തിയിട്ട് ഇടറിയ സ്വരത്തിൽ തുടർന്നു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നന്ദി. വീണ്ടും കാണാം.